ഏതൊരു വ്യക്തിയും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവനിൽ അനന്ത ശക്തികളും കഴിവുകളും നിറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ കാലം കൊണ്ട് എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ നിറച്ചു വച്ചിരിക്കുന്ന കഴിവുകളെയും ശക്തികളെയും സാധ്യതകളെയും അതുപോലെ നമ്മളുടെ സർഗാത്മകമായ കഴിവുകളെയൊക്കെ എങ്ങനെയോ നമ്മൾ മിസ്സായി പോകുന്നു പറയാം. നമ്മൾ അറിയുന്നില്ല. അതിന് പ്രധാന കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, കുട്ടിക്കാലത്തെ നമുക്ക് നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങളില്ലായ്മ, അങ്ങനെയൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ വെറും ഒരു പാറ്റേണിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. വിദ്യാഭ്യാസം അങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, എനിക്ക് ഇതൊന്നും ആയിരുന്നില്ല, ഇതിനും അപ്പുറത്തേക്കൊക്കെ കടക്കണം എന്ന്, ഉയരണം എന്നൊക്കെ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതൊന്നും സാധിക്കുന്നില്ല ഒരു വശത്ത്. അല്ലെങ്കിൽ നമ്മൾ കുറേ വയസ്സാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ നമ്മൾ സത്സംഗങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, നമ്മുടെ മനസ്സിന് ഒരുപാട് ശക്തിയും കഴിവുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്കൊരു സംശയം, ഇനി എനിക്ക് എൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുമെന്നൊക്കെ ഉള്ളൊരു സംശയം. ഇവിടെയാണ് നമ്മൾ ഇനിയുള്ള ജീവിതത്തെ നമ്മൾ വാർത്തെടുക്കേണ്ടത് പറയാണ്. ഒരിക്കലൊരു കമ്പനിയിൽ, ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ, ഒരു ദിവസം എല്ലാവരും കമ്പനിയിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയ വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ നിങ്ങളെല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് വരണമെന്ന്. എല്ലാവർക്കും രാവിലെ തന്നെ സങ്കടമായി. ആരാവോ മരിച്ചത്? പേര് വെച്ചില്ലാണ്ട് നിങ്ങളുടെ പുരോഗതിയെ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് പോയിരിക്കുന്നത്. ആളുകൾക്ക് അതിശയായി. മരിച്ചതിൻ്റെ ദുഃഖം ഒരു വശത്ത്, നമ്മളുടെ ഒരു വർക്കർ, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ മരിച്ചു പോയില്ലേ. എന്നാൽ അവർക്ക് അതിശയം, ആരാണ് ഇത്രയും കാലം നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയ വ്യക്തി? ചിലർ പറയുന്നുണ്ട്, അപ്പം കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു ഒന്നും, അതായത് ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ ശത്രു ഇല്ലേ എന്ന്. അങ്ങനെ ഓരോരുത്തരും ഓരോ ചിന്തകളൊക്കെ അവിടെ മീറ്റിംഗ് ഹാളിൽ ചെന്നിരുന്നു. ബോഡിയൊന്നും വന്നിട്ടില്ല. സെക്യൂരിറ്റിക്കാർ ഓരോരുത്തരെയും പിടിച്ചിരുത്തി. എല്ലാവർക്കും അതിശയം, ആരാണ് ഈ മരിച്ചിരിക്കുന്ന വ്യക്തി എന്ന്. എല്ലാവരും ഇരുന്നതിന് ശേഷം കൊണ്ടുവന്നു പെട്ടി. അതവിടെ വെച്ചു. പറഞ്ഞു, മീറ്റിംഗ് ഹാളിൻ്റെ പുറകിലൊരു റൂമുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കാം, ഓരോരുത്തരായിട്ട് അതിൻ്റെ അകത്തേക്ക് പോവുക, അവിടുന്ന് പുറത്തേക്കുള്ള ഡോറിലൂടെ പോവുക, തിരിച്ചിങ്ങോട്ട് വരരുത്. ഓരോരുത്തർ പോകുന്നു. ആരാ ഈ മരിച്ച വ്യക്തി എന്നറിയണം. ഇത്രയും കാലം നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയത് ആരാന്നറിയണം. അവിടെ ചെന്ന് ആരാ എന്നറിയാനുള്ള ഔത്സുക്യത്തോടുകൂടി നോക്കുന്നവർ ആ പെട്ടിയിൽ നോക്കുമ്പം ഷോക്കേറ്റതുപോലെയാവുന്നു. പെട്ടെന്നൊരു ഷോക്ക്, എന്തോ അവരുടെ മനസ്സിലാരോ അടിക്കുന്നത് പോലെ തോന്നൽ. അത് കഴിഞ്ഞ് അവർ പുറത്തു പോകും. അവരിങ്ങോട്ട് വരാത്തതുകൊണ്ട് ആരാ മരിച്ചതെന്ന് മറ്റുള്ളവർക്കും അറിയില്ല. ഇങ്ങനെ ഓരോരുത്തർ വന്നു, അവരും കടന്നുപോയി. എല്ലാവർക്കും പോകുമ്പോൾ ഒരു അതിശയം, ആരാണ് മരിച്ചിരിക്കുന്നതെന്ന്. വിഷമത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പം ഒരു ഷോക്ക് തൻ്റെ മനസ്സിൽ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി. എന്നിട്ട് പരസ്പരം മുഖത്തേക്ക് നോക്കി. ആരായിരുന്നു അത്രേ പെട്ടിയിൽ? അതിൽ വെച്ചിരിക്കുന്നത് ഒരു കണ്ണാടിയാണ്. എന്നിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയോ? ഈ കാണുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പുരോഗതിയെ മുഴുവൻ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങൾ അവനെ ഏറ്റിക്കൊണ്ട് നടക്കരുത് എന്നാണ്. നമ്മൾ ദിവസവും നമ്മളെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ആളെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് തോന്നുന്നു അയാൾ നമ്മുടെ പുരോഗതിയെ വർദ്ധിപ്പിക്കുന്ന ആളാണ്. നമ്മൾ പലരും പല സമയത്തും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയൊരു സത്യം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിക്കും മനസ്സാണ് കാരണം, ജീവിതത്തിൽ താഴ്ചയ്ക്കും മനസ്സാണ് കാരണം. അപ്പം നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടത്, നമ്മളാണ് നമ്മുടെ ജീവിതത്തെ വികസിപ്പിക്കേണ്ടത്. അതിനുള്ള എല്ലാ കഴിവുകളും സാധ്യതകളും ഉണ്ട്. അത് മനസ്സിലാക്കാതെ ജോലി മാറിയതുകൊണ്ടോ, വീട് മാറിയതുകൊണ്ടോ, ഭാര്യയെ മാറിയതുകൊണ്ടോ, കുട്ടികളെ മാറ്റിയതുകൊണ്ടോ, പലതും മാറ്റിയതുകൊണ്ടൊന്നും
ജീവിതത്തിൻ്റെ നിലവാരം മാറാൻ പോകുന്നില്ല. നമ്മൾ മാറ്റേണ്ടത് വി ഹാവ് ടു ചേഞ്ച് അവർ സെൽഫ് എന്നാണ്. നമ്മൾ മാറ്റേണ്ടത് നമ്മളെ തന്നെയാണ് മാറ്റേണ്ടത്. ഇതാണ് ഭാഗവതത്തിന് ഉറപ്പിച്ച് പറയാനുള്ളത്. കാരണം എന്തിന് നമ്മളെ മാറ്റണം? നമ്മുടെ പുരോഗതിക്കും നമ്മളാണ് ഉത്തരവാദി. വി ആർ ദ ഓൺലി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ ഡെവലപ്മെൻ്റ് എന്നാണ്. വേറെ ആരുമല്ല അതിന്. ആ മറ്റുള്ളവർക്കൊക്കെ വഴി കാണിക്കാനേ സാധിക്കുള്ളൂ. ഉയരേണ്ടതും അവനവൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു പറയാണ്. എല്ലാവരും ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ആ തിരിച്ചറിവാണ് പലർക്കും ഇല്ലാത്തത്. പലരും വിചാരിച്ചിരിക്കുന്നത് സാഹചര്യങ്ങളാണ്, ചുറ്റുപാടാണ് എൻ്റെ വികാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതെന്നാണ്. ഈ ജോലി മാറി വേറൊരു ജോലി കിട്ടിയൊക്കെ ശരിയായിരുന്നു. ഈ ഭാര്യയെ മാറ്റി വേറൊരു ഭാര്യയാക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയായിന്നാണ്. അങ്ങനെ ഒരാളെ മാറ്റിയത് കൊണ്ട്, വേറൊരാളെ കിട്ടിയത് കൊണ്ട്, ഒരു ജോലി മാറ്റിയത് കൊണ്ട്, വേറൊരു ജോലി കിട്ടിയത് കൊണ്ട് പ്രശ്നങ്ങൾ അപ്പോഴും തീരാൻ പോകുന്നില്ല. നമ്മൾ അവിടെ ചെന്നാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് മാറ്റേണ്ടത് എന്നെയാണ്. അപ്പം എന്നെ മാറ്റിയെടുത്താൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഗീതയിൽ ഭഗവാൻ പറയും, 5-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകത്തിൽ പറയും, ശക്നോതിഹൈവ യസ്സോടും പ്രാക്ശരീര വിമോക്ഷണൽ കാമക്രോധോദ്ഭവം വേഗം സയുക്ത സുഖീ നരാം. ശക്നോതിഹൈവ യസ്സോടും പ്രാക്ശരീര വിമോക്ഷണൽ. ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ശരീരം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ വെട്ടി മാറ്റണം. ആരെ മാറ്റണം? ഉള്ളിലിരിക്കുന്ന നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന കാമക്രോധോദ്ഭവം വേഗം. ആരൊക്കെയാണ്? കാമവും ക്രോധവും തുടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ പിടിവാശികൾ, നമ്മുടെ തെറ്റായ ചില ധാരണകൾ, ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മനസ്സിനെ ഉയർത്താൻ ശ്രമിച്ചാൽ സസുഖി, അവൻ സുഖിയാണ്, അവൻ ശ്രേഷ്ഠനാണ്, സയുക്ത, അവൻ യുക്തനാണ്. അപ്പോൾ എവിടേക്കാണ് നമ്മുടെ മനസ്സിനെ മാറ്റേണ്ടത്? ഭാഗവതം പറയുന്നു, ഭഗവത്ഗീതയൊക്കെ പറയുന്നു. 25-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആവർത്തിക്കും, യോന്ത സുഗോന്തരാരാമ തദാന്തർജ്യോതിരേവയാം സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോതി ഗച്ഛതി. നിങ്ങളുടെ മനസ്സിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിനും അപ്പുറത്ത് മനസ്സിനെ നിലനിർത്തുന്നത്, മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ശരീരത്തിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. അതിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ തിരിക്കാൻ സാധിക്കും തോറും മനസ്സിന് മാറ്റം വരുന്നു പറയാണ്. മനസ്സിന് ശക്തി കൂടും, മനസ്സിന് ധൈര്യം കൂടും, മനസ്സിന് കഴിവ് കൂടും, മനസ്സിന് അറിവ് കൂടും. എളുപ്പമായൊരു മാർഗം ഇതാണ്. അപ്പം നമുക്ക് ദൂരേക്കല്ല മാറ്റേണ്ടത് അവനവനിൽ തന്നെയാണ്. അപ്രകാരം നമ്മുടെ മനസ്സിനെ മാറ്റിമറയ്ക്കാൻ സഹായിക്കുന്നു ഭാഗവതത്തിലെ ഓരോ കഥയും. ഇനി നമുക്ക് കാണേണ്ടുന്ന കഥ 4ാധ്യായത്തിൽ, അവിടെ ദക്ഷൻ്റെ പുനർജനനവും, പിന്നെ ദക്ഷൻ സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രജകളുടെ വിപുലീകരണത്തിന് വേണ്ടി ചെയ്യുന്ന തപസ്സും, അങ്ങനെ അദ്ദേഹത്തിനുണ്ടാവുന്ന ആ പരമ്പരകളുടെ കഥയൊക്കെയാണ്. ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, ദേവാസുരനൃണാം സർഗോ നാഗാനം മൃഗപക്ഷിണം സമാസികസ്തയാ പ്രോക്തോ യസ്തു സ്വായംഭുവേന്തരേ തസ്സൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവൻ യദാം അനുസർഗം യയാ ശക്ത്യാ സസർജ ഭഗവൻ പരാം. അങ്ങ് എന്നോട് ദേവ അസുര നൃണാം ഇവരുടെയൊക്കെ സർഗം, നാഗാനാം മൃഗം പക്ഷിണം, സൃഷ്ടിയെക്കുറിച്ചൊക്കെ അങ്ങ് വിശദമായി എനിക്ക് പറഞ്ഞു തന്നു. ഇനി എനിക്കറിയേണ്ടത്, എനിക്ക് വ്യാസമിച്ഛാമി, ഇതിൻ്റെ വ്യാസം, ഇതിൻ്റെ വിപുലീകരണം, ഇതിൻ്റെ വിസ്തീർണം ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാലെന്ന്. അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ഇവിടെ പഴയ ഒരു കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഏതാ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ സ്കന്ധത്തിൽ അവസാന ഭാഗം നമ്മൾ കണ്ടു. ഒരു യാഗം ചെയ്തിട്ട് പിന്നീട് പുരഞ്ജനോപാഖ്യാനം എന്നുള്ളൊരു കഥ പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ കഥാപാത്രത്തെ? പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ പേരായിരുന്നു പ്രചേതസ്സുകൾ.
ആ പ്രജേതസ്സുകളെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവരുടെ ആ തപസ്സും കാര്യങ്ങളും അവർക്ക് കുട്ടിയുണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. എന്താ കഥ? യത പ്രജേതസപുത്രാദശ പ്രാചീന ബർഹിഷ അന്തസമുദ്രാദുന്മഗ്നാം ദദുശുർഗം ദ്രമൈവൃതം. പ്രജേതസ്സുകൾ തപസ് ചെയ്ത ഭഗവാൻ പ്രകടമായി. എന്നിട്ട് പ്രജേതസ്സുകളോട് പറഞ്ഞു, പ്രജേതസ്സുകളെ, നിങ്ങൾ വൃക്ഷങ്ങളുടെ പുത്രിയെ, സോമന്റെ പുത്രി എന്ന് പറഞ്ഞാൽ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പുത്രിയെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളൂ, മരീഷ എന്ന് പറയുന്ന കുട്ടിയെ. ഇവർ തപസ്സൊക്കെ കഴിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കുമ്പം ഭൂമി മുഴുവൻ കാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വന്നു എന്നും ഇവരുടെ കണ്ണിൽ നിന്ന് അഗ്നി ഉണ്ടായെന്നും കാട് കത്തിക്കാൻ തുടങ്ങി. ദ്രുമേഭ്യ ക്രുദ്ധ്യമാനസ്തേ തപോദീവിതമന്യവ മുഖതോ വായുമഗ്നിം ച സജുജു തദ്ദിക്ഷയാം. അവരുടെ മുഖത്തു നിന്നും വന്ന അഗ്നി കൊണ്ട് കാട് കത്തി നശിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവിടേക്ക് വരുന്നു സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. എന്നിട്ട് അവരോട് പറയാണ്, മാദ്രുമേഭ്യോ മഹാഭാഗാം ദീനേഭ്യോ ദോഗ്ധമർഹതാം വിവർദ്ധൈഷവോ യൂയാം പ്രജാനം പതയസ്മൃതാം. ഒരിക്കലും വരുത്, ദ്രുമേഭ്യ, ഈ വൃക്ഷങ്ങളെ നിങ്ങളിങ്ങനെ നശിപ്പിക്കരുത്. മഹാഭാഗ, ഭാഗ്യവാന്മാരെ, ഈ ദീനരായ വൃക്ഷങ്ങളെ നശിപ്പിക്കരുത്. കാരണം നിങ്ങളാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത്. രാജാക്കന്മാരുടെ ധർമ്മമല്ലേ സംരക്ഷിക്കേണ്ടത്. നോക്കൂ, ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പെഴുതിയ ഭാഗവതമാണത്. അന്ന് ഈ ഭൂമിയെ സംരക്ഷിക്കണമെങ്കിൽ ഭൂമിയിൽ എന്ത് വേണം? വൃക്ഷങ്ങൾ വേണം. ഇതിനെ മുഴുവൻ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് നിലനിൽക്കാം, വേണം, വീട് കെട്ടണം, അതുപോലെ നമുക്ക് പല വികാസങ്ങളും വേണം. അപ്പം നമ്മളൊരു വൃക്ഷം നശിപ്പിച്ചാൽ പോലും, അതിനെ മുറിച്ചു കളഞ്ഞാൽ പോലും അതിന് പകരം വേറൊരു വൃക്ഷം നട്ടിരിക്കണം എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ജീവിച്ചവരല്ല, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ജീവിച്ചവരാണ്. ഇന്ന് നോക്കൂ, നമുക്ക് ഭാരതീയ സംസ്കാരം പറയാനേ പറ്റുള്ളൂ. ഇന്ന് എത്രയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ ശ്ലോകങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. ചന്ദ്രൻ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ വൃക്ഷങ്ങളെ മുഴുവൻ നശിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന് പ്രസക്തിയില്ലേ? ഇല്ലേ? ഈ എറണാകുളം തന്നെ നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എത്ര വൃക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലേ? ഇന്നിപ്പോൾ നമ്മൾ വൃക്ഷങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് സമ്മതിക്കുമോ വളരാൻ? എവിടെ എത്തിച്ചു കാര്യങ്ങൾ നോക്കൂ. എല്ലാവർക്കും നല്ല അന്തരീക്ഷം വേണം, പൊല്യൂഷൻ ഉണ്ടാവരുത്, ചൂട് കുറയണം. ഇതിനൊക്കെ എന്താ വഴിയുള്ളത്? നമുക്കെല്ലാവർക്കും മോഹങ്ങളുണ്ട്. ആ ഒരു ഫോർസൈറ്റ് എന്ന് പറയും, കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും ദീർഘവീക്ഷണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇനി അതൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം. ഒരിക്കലൊരു കുട്ടി നടന്നു പോകുന്ന സമയത്ത് ഒരു വൃദ്ധൻ ഒരു മാവിൻ്റെ തൈ നടന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, അമ്മാവൻ ഇത് നട്ട് അതിൽ മാങ്ങ വന്ന് അമ്മാവന് കഴിക്കാനുള്ള യോഗം ഉണ്ടാവുമോ? കുട്ടിയുടെ ചിന്ത അതാണ്. ഉടനെ അമ്മാവൻ പറയാണ് കുട്ടിയോട്, നിന്റെ പ്രായത്തിൽ ഞാൻ മാങ്ങ കഴിച്ചത് അതൊന്നും ഞാൻ നട്ടുപിടിപ്പിച്ചതായിരുന്നില്ല. എൻ്റെ പൂർവികന്മാർ ആരോ കാരണവന്മാർ നട്ടുപിടിപ്പിച്ചതായിരുന്നു അതാണ് ഞാൻ വാങ്ങിയിട്ട് കഴിച്ചത്. അതുകൊണ്ട് ഞാൻ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് നട്ടുവെച്ചിട്ട് പോവുകയാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഒരു ചെടി നട്ടുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ പോവേണ്ടത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ നേതൃത്വം കൊടുക്കണം. റോഡ് സൈഡുകളൊക്കെ കംപ്ലീറ്റ് മരങ്ങളൊക്കെ കൊണ്ട് നിറച്ച്, റോഡിൻ്റെ നടുക്ക് വേണ്ട, എവിടെയൊക്കെ സൗകര്യങ്ങളും സ്ഥലങ്ങളും മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ വാങ്ങിച്ച് അന്ന് ഒരു മരം ഏതെങ്കിലും ഒരു ദിവസം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കൂ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരങ്ങളെ, കാടിനെയാണ് ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം ലീലകളാടുന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ വൃന്ദാവനം എന്നാണ്, അല്ലേ? ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. അതുപോലെ തന്നെ ഭഗവാൻ എപ്പോഴും കളിക്കുന്നതുമൊക്കെ വൃക്ഷങ്ങളിലാണ്. ഗോപികമാരുടെ വസ്ത്രം എടുത്തുകൊണ്ട് വൃക്ഷത്തിൻ്റെ മുകളിലാണ് പോകുന്നത്. കാളിയ മർദ്ദനമാടാൻ കടമ്പ വൃക്ഷത്തിൻ്റെ മുകളിലാണ് കയറുന്നത്. ഭഗവാൻ എത്രയോ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഭഗവാന്മാർ പോലും പ്രകൃതിയെ സ്നേഹിച്ച, പ്രകൃതിയിൽ കളിച്ച ആളുകളായിരുന്നുവെങ്കിൽ ഇതിനെ നശിപ്പിച്ചിട്ടുള്ളൊരു ഭക്തി ആവുമോ? അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തനം വേണം. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കരുത്. എൻ്റെ വക ഒരു വൃക്ഷം ഞാൻ നട്ടിരിക്കണം. ഇതൊക്കെയാണ് ഭാഗവതത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഭാഗവതം കേട്ടുപോയത് കൊണ്ട് എന്നെ സംബന്ധിച്ച്
ഒരു പ്രയോജനമുണ്ട് തോന്നില്ല. നമ്മൾ ഏത് പ്രകൃതിയിലാണോ ജീവിക്കുന്നത് ആ പ്രകൃതിയെ നമുക്ക് തന്നതിനെല്ലാം സഹായം ചെയ്തുകൊണ്ട് തിരിച്ച് പ്രത്യുപകാരം ചെയ്തുകൊണ്ട് വേണം. അതുകൊണ്ട് പറയുന്നു, മാതൃമേഭ്യോ മഹാഭാഗ ദീനേഭ്യോ ദോഗ്ധമർഹതാം വിവർദ്ധൈഷവോ യൂയം പ്രജാനം പതയസ്മൃതാം അന്നം ചരാണാമജരാഹ്യപദപാദചാരിണം അഹസ്താഹസ്തയുക്താനം ദിപദം ചതുഷ്പദാം. ഈ ഭൂമിയിൽ നിന്നാണ് അന്നം വരുന്നത്. ചരാണാം അചരണാം ഹ്യപദ പാദചാരിണം, നടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും കിടക്കുന്നവർക്കും, അഹസ്ത കൈയുള്ളവർക്കും കൈയില്ലാത്തവർക്കും എന്ന് വെച്ചാൽ സർവ്വചരാചരങ്ങൾക്കും എവിടുന്നാ ഭക്ഷണം വരുന്നത്? ഭൂമിയിൽ നിന്നാണ്. നമ്മളെയൊക്കെ ഭാഗവതം പെടുത്തിയിരിക്കുന്നുണ്ടല്ലോ ദിപതാം. ദിപതം എന്ന് പറഞ്ഞാൽ 2 കാലുള്ളവർ. നമുക്കൊക്കെ ഭൂമിയിലുള്ള ഭക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് പൊതുവേ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നാണ്. നമ്മളൊക്കെ വെജിറ്റേറിയന്മാരാണ് ഒറിജിനൽ. നിങ്ങൾ ജനിച്ചു വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടാണ് വന്നത് ആണോ? ഒരാൾ നോൺ വെജ് ഡയറ്റല്ല വരുന്നത്. എല്ലാവരും വെജിറ്റേറിയന്മാരാണ്. പിന്നെ 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 അങ്ങോട്ട് മാറുകയാണ്. അതിനെക്കുറിച്ച് നല്ല ചിന്തകളൊക്കെ ചിന്തിക്കണം. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ആവശ്യം എന്നുള്ളത്. പക്ഷേ ഭാഗവതം പറയുന്നു നമ്മളൊക്കെ വെജിറ്റേറിയന്മാരാണ്. കഴിയുന്നതും നമ്മൾ വെജിറ്റേറിയനിൽ നിന്ന് കഴിഞ്ഞാൽ ശാരീരികമായി ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റത് ഒരുപാട് സയൻറ്റിഫിക്കായിട്ട് ശരിയല്ല എന്ന് കുറേ കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിക്കരുതെന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആളുകളോട് ചിന്തിച്ച് മനസ്സിലാക്കുക അതിനെന്തെല്ലാം ദോഷങ്ങളുണ്ട് എന്നുള്ളത്. എന്നിട്ടോ യൂയം ചപ്പിത്രാന്വാദിഷ്ടാം ദേവദേവേന ചാനഘാം പ്രജാസർഗായ ഹി കഥം വൃക്ഷാൻ നിഗ്ധർദ്വമർഹതാം. നിങ്ങളാണെങ്കിൽ പിതാവിൽ നിന്നും അതുപോലെ ഭഗവാനിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചവരാണ്. ആരെ? പ്രതീജസ്സുകൾ. അച്ഛൻ തപസ്സിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. അവിടെ വെച്ച് ഭഗവാനെ രുദ്രഗീതം ചൊല്ലാൻ സാധിച്ചു അല്ലേ? ആ ഭാഗ്യമൊക്കെ കിട്ടിയ നിങ്ങൾ, പ്രജകളെ വർദ്ധിപ്പിക്കേണ്ട നിങ്ങൾ ഈ വൃക്ഷങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് നിങ്ങൾ കോപമൊക്കെ അടക്കി ഇനി എന്ത് വേണം? ഇനി ഈ വൃക്ഷങ്ങളുടെ മകളായിരിക്കുന്ന എൻ്റെയൊക്കെ പുത്രിയായിരിക്കുന്ന മരീഷയെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയാണ്. അലം ദഗ്ധീദ്രുമേദീനൈ ഗിലാനം ശിവമസ്തുവ വാക്ഷീഹേഷാവരാകന്യ പത്നിത്വേ പ്രതിഗൃഹ്യതാം. കത്തിക്കരിഞ്ഞുപോയ വൃക്ഷങ്ങൾക്ക് ആ വൃക്ഷങ്ങൾ പോവട്ടെ, ഇനി മരിക്കാത്ത വൃക്ഷങ്ങളൊക്കെ ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യമില്ല. ഉള്ളതൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈ പുത്രിയെയും നിങ്ങൾ സ്വീകരിക്കൂ. അപ്പോൾ വൃക്ഷങ്ങൾക്ക് പോലും നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വളരെ സത്യമാണ്. ഡോക്ടർ JC ബോസിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ? അദ്ദേഹം കൽക്കട്ടയിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ചിലൂടെ മനസ്സിലാക്കിയൊരു കാര്യം, ചെടികൾക്കും മനസ്സുണ്ട് എന്നുള്ളതാണ്. മനുഷ്യർക്ക് മാത്രമല്ല മനസ്സ്, ആർക്കുണ്ട്? ചെടികൾക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ സംവദിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ നമുക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഒന്നാമത് വൃക്ഷങ്ങളില്ല, പിന്നെ ഉള്ളതൊക്കെ എന്താണ് കെമിക്കൽ ഇട്ടിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പോട്ടെ, അതുകൊണ്ട് ഇവളെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അവർ കല്യാണം കഴിക്കുകയാണ്. തം പ്രഹിബ്ദം ആലോക്യ പ്രജാസർഗം പ്രജാപതി പിന്യപാത അനുപഭ്രജ്യ സോചരൽ ദുഷ്കരം തപ. അങ്ങനെ അവർക്ക് അതിൽ നിന്നും പ്രകടമായ കുട്ടിയാണ് ദക്ഷപ്രജാപതി. അദ്ദേഹം അവിടുന്ന് വിന്ധ്യാചലത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അദ്ദേഹം അസ്തോഷീതം സകുഖ്യേന ഭഗവന്തമതോക്ഷജം തുഭ്യം ദദപിദാസ്യാൻ വേണ്ടി പോയി എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അദ്ദേഹം അസ്തോഷീതം സകുഖ്യേന ഭഗവന്തമതോക്ഷജം തുഭ്യം ദദപിദാസ്യാമി കസ്യാദുഷ്യൽ യദോഹരി. അവിടെ വെച്ച് അദ്ദേഹം ഹംസഗുഹ്യം എന്ന് പറയുന്നൊരു സ്തോത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു, ഭഗവാനെ ഉപാസിച്ചു എന്നാണ്. അതാണ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വരുന്ന ഈ ഹംസഗീതം. ഹംസഗീതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹംസ ഗുഹ്യഗീതം, അതാണ് അതിന് പറയുക. പ്രജാപതിരുവാച, പ്രജാപതി എന്ന് പറഞ്ഞാൽ ഇവിടെ ദക്ഷപ്രജാപതി. അപ്പം ദക്ഷൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. നമപരായ വിദദാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്തബന്ധവേ അധിഷ്ഠതാംനേ ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ ദദേ സ്വയംഭുവേ. നമപരായ വിദദാനുഭൂതയെ, എല്ലാവരിലും
വിധദാനു അനുഭൂതയെ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന, എല്ലാവരിലും ധാരാളം പരിപൂർണമായി നിറഞ്ഞിരിക്കുന്ന ഗുണത്രയാഭാസം, ഗുണത്രയങ്ങളിൽ അതീതമായി ഗുണത്രയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നിമിത്തബന്ധവേ, മനസ്സാകുന്ന ശക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എന്നാൽ അധിഷ്ഠതാംനേ, കണ്ണുകൊണ്ടോ മറ്റോ കാണാൻ സാധിക്കാത്ത ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ, ഏതൊരു വ്യക്തിയാണോ തൻ്റെ മനസ്സിനെ ആ തത്വത്തിലേക്ക് നിവൃത്തി ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്, അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്, അവർക്കറിയാൻ സാധിക്കുന്ന സ്വയംഭൂവായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇതൊക്കെ പറയുമ്പം ആരെയായിട്ടാണ് കാണുന്നത് ഭഗവാൻ? ഭഗവാൻ എവിടെയായിട്ടാണ് കാണുന്നത്? ഭാഗവതത്തിൽ ഓരോ ശ്ലോകങ്ങളും സ്തുതികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ, ഭഗവാനെ സ്തുതിക്കുമ്പോൾ അവർ സ്തുതിച്ചതൊന്നും അവരിൽ നിന്നും അന്യമായൊരു ഭഗവാനെയല്ല. അപ്പം ഈ ശരീരത്തെ നിലനിർത്തുന്നത് മനസ്സ്, മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. ഇത് നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം ഉറയ്ക്കണം. അപ്പം നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് ആരോഗ്യമുള്ളൊരു മനസ്സാണ്. അത് നമുക്ക് ബോധ്യം വരണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ മെൻ്റൽ ആയിട്ടുള്ള ആളുകളെ നോക്കിയാൽ മതി. മാനസികമായി വിഭ്രാന്തി വന്ന ആളുകളെ, മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശരീരബോധം തന്നെ ഇല്ല. വസ്ത്രം മര്യാദയ്ക്ക് ഉടുക്കില്ല, പല്ല് തേക്കില്ല, കുളിയില്ല. ഉണ്ടോ ഇല്ലയോ? മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അതൊക്കെ. അപ്പം ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് ബാലൻസ്ഡ് മനസ്സാണ്. അപ്പം ഈ ശരീരത്തെ ആരാ കൊണ്ടു നടക്കുന്നത്? മനസ്സ് തന്നെയാണ്. അത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല ഇതൊന്നും. മനസ്സെന്ന് പറയുന്ന ശക്തിയാണ് ഇതിനെ ഉണർത്തുന്നത്, ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്, ഇതിൻ്റെ ആരോഗ്യത്തെ കൊണ്ട് നടക്കുന്നൊക്കെ മനസ്സാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പോലും നിശ്ചയിക്കുന്നത് ആരോഗ്യമുള്ള മനസ്സാണ്. നിങ്ങളൊരു സാധനം കഴിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, അതിലെന്തോ ഉണ്ടോ. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, കഴിച്ച ഭക്ഷണമൊക്കെ പുറത്തേക്ക് വരുത്താൻ പ്രയാസമില്ല. അമ്മായിയമ്മയും മരുമകളും കൂടി കല്യാണത്തിന് പോയിട്ട് ലാസ്റ്റ് റൗണ്ടിൽ അമ്മായിയമ്മ ഇരിക്കുന്നത്, മരുമകൾ ഇരുന്നിട്ടില്ല. അപ്പോഴാണ് അമ്മായിയമ്മ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരുമകൾ വന്ന് ചോദിക്കുന്നത്, കുടിച്ചു അമ്മയെന്ന്. പറഞ്ഞു, കുടിച്ചുവല്ലോ. എന്തു പറ്റി? അല്ല, കുടിച്ചു എന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോരെ. അപ്പോഴേക്കും അമ്മായിയമ്മയുടെ തലയിലേക്ക് എന്തോ കയറി. എന്ത് പറ്റി? പായസത്തിന് എന്താ ഉള്ളത്? ഒന്നുമില്ല, കുടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിനിപ്പോൾ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പറയടി, എന്താ അതിന് പറ്റി? ഒന്നുമില്ല അമ്മ കഴിച്ചോളൂ. കുടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം? അപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാര്യമായിട്ട് അതിലെന്തോ കുഴപ്പമുള്ളതുപോലെ. കാരണം പായസത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്താ ഏതാന്നുള്ളത്. അമ്മായിയമ്മയ്ക്ക് ആകെ അസ്വസ്ഥയായി. അമ്മായിയമ്മ ചോദിച്ചു, എന്ത് പറ്റി? അമ്മ ഒന്നും പറ്റിയിട്ടില്ല, അത് അമ്മ കഴിച്ചു കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ പറഞ്ഞു പായസം കഴിഞ്ഞു വന്നു. അപ്പം അമ്മായിയമ്മ ഒരു നോട്ടം, എന്നാൽ ഇത് നേരത്തെ കണ്ട് എഴുന്നള്ളിക്കായിരുന്നില്ലേ, അത് ഇത്ര വരെ എത്തിയിരിക്കുകയാണേ. അപ്പം നോക്കൂ, മനസ്സിലെ ഒരു ചിന്തയ്ക്ക് വേണമെങ്കിൽ നമ്മൾ കഴിച്ച സാധനം പോലും പോയിസൺ ആക്കാൻ സാധിക്കും ഇല്ലേ? അപ്പം മനസ്സെന്ന് പറയുന്ന ശക്തി, ആ ശക്തിയാണ് ശരീരത്തെ നിലനിർത്തുന്നത്. അപ്പോൾ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. അതാണ് നമ്മുടെ ശക്തിയുടെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണെങ്കിലോ അദൃഷ്ടം, അതിനെ ഒന്നും കാണാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്? കാരണം മനസ്സിന് വല്ലതും കാണണമെങ്കിൽ രൂപങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ശക്തിയെ സംബന്ധിച്ചോ അതിന് യാതൊരു രൂപങ്ങളും ഇല്ല. അപ്പം രൂപത്തിനതീതമായ ശക്തിയെ കാണാൻ സാധ്യമല്ലെങ്കിലും അതിനെന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നയസ്യ സഖ്യം പുരുഷോ വൈര്യസഖ്യോ സഖാവസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. നയസ്യ സഖ്യം പുരുഷോ അവൈതി സഖ്യോ, ഈ ജീവനായ ഉള്ളിൽ വസിക്കുന്ന ജീവനായിരിക്കുന്ന ആ പരമസത്യം, ഈ ദേഹത്തിൽ വസിക്കുന്ന അവനെ സഖ്യം പുരുഷോ അവൈതി സഖ്യോ ഗുണായതാ ഗുണിനോ വ്യക്തദൃഷ്ടേ, ഈ മനസ്സും
അതുപോലെ തന്നെ മനസ്സിൻ്റെ വ്യാപാരങ്ങളും വിചാരങ്ങളുമെല്ലാം അവർക്കൊന്നും ഇതിനോട് ചേരാൻ സാധ്യമല്ല. ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനോട് സഖ്യമുണ്ടാക്കാൻ സാധ്യമല്ല. എന്നാൽ അവൻ്റെ സാന്നിധ്യത്തിലാണ് ഇവരൊക്കെ സഖാക്കളായിട്ട് നിൽക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നതെങ്കിൽ, എന്നാൽ ഭഗവാനെ നിലനിൽക്കാൻ ആര് വേണ്ട? ഇവരൊന്നും വേണ്ട. അതായത് ഒരു വസ്ത്രത്തിന് നിലനിൽക്കാൻ നൂല് വേണം, എന്നാൽ നൂലിന് നിലനിൽക്കാൻ വസ്ത്രം വേണ്ട. ശ്രദ്ധിക്കണേ, ഒരു ആഭരണത്തിന് നിലനിൽക്കാൻ സ്വർണം വേണം, പക്ഷെ സ്വർണത്തിന് നിലനിൽക്കാൻ ആഭരണം വേണ്ട. ഒരു മൺപാത്രത്തിന് നിലനിൽക്കാൻ മണ്ണ് വേണം, പക്ഷേ മണ്ണിന് നിലനിൽക്കാൻ മൺപാത്രം വേണ്ട. ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയാകുന്ന ചൈതന്യത്തിന് നിലനിൽക്കാൻ മനസ്സും വേണ്ട, ശരീരവും വേണ്ട. പക്ഷെ മനസ്സും ശരീരവും നിലനിൽക്കണമെങ്കിലോ ആ ചൈതന്യം കൂടിയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവൻ അവരിൽ നിന്നൊക്കെ വിട്ടിട്ടാണ്, എന്നാൽ അവരൊക്കെ അതിനോട് ചേർന്നിരിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു അടുത്തതിൽ, ദേഹോ സവോക്ഷാ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദുഃപരം യൽ സർവം പുമാൻ വേദ ഗുണാംശതജ്ഞോ ന വേദ സർവജ്ഞമനന്തമീരേ ദേഹോ അസോ അക്ഷാ മനവോ ഭൂതമാത്ര ന ആത്മാനമന്യം ച വിദു പരം യത്. ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അക്ഷികളും മനസ്സും പഞ്ചഭൂതമായിരിക്കുന്ന ശരീരവും അതുപോലെ മനസ്സും ഇവരൊക്കെ ഭഗവാനെ കാണുന്നത് വേറെ രൂപത്തിലാണ്, അന്യം. അവർക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഭഗവാനുള്ളത് കൊണ്ടാണെന്ന്. ന വേദ, അവർ അറിയുന്നില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളും കാര്യങ്ങളൊക്കെ ഈ ശരീരമൊക്കെ നിലനിൽക്കാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാനുള്ളത് കൊണ്ടാണെന്ന് അറിയുന്നില്ല. അതെന്തുകൊണ്ടാണ് അറിയാത്തത്? കാരണം അങ്ങനെ ആരും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല. എന്നാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഉള്ളിലിരിക്കുന്ന ഭഗവാനാണെങ്കിലോ സർവജ്ഞം സർവം പുമാൻ വേദ. ഉള്ളിലിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിയുന്നു. ഭഗവാൻ അറിയാം ഞാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന്. പക്ഷെ ഇതിനൊന്നും അറിയില്ല ഭഗവാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്ന്. നമുക്ക് എത്ര വ്യത്യാസമുണ്ടെന്നുള്ളത്. ഇവിടെയാണ് നമ്മളോട് പൂർവികന്മാർ പറയുന്നത് നമുക്ക് അജ്ഞാനമുണ്ട് എന്ന്. അജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തായിരിക്കും പറഞ്ഞത് പ്രകാരമുള്ള അർത്ഥം? ഈ ശരീരവും മനസ്സും നിലനിൽക്കുന്നതിന് കാരണം ഭഗവാനാണെന്ന് നമ്മൾ അറിയാത്തതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനിനാം. അപ്പം നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ എന്തിനാ പോകുന്നത്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരു എന്താ ചെയ്യുന്നത്? അജ്ഞാനതിമിരാന്തസ്യ, ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റണം. എന്നിട്ടോ ജ്ഞാനാഞ്ജനശലാകയാ, നമുക്കെന്താ തരുന്നത്? അപ്പം നമുക്ക് മനസ്സിലാവുകയാണ് ഈ ശരീരവും മനസ്സും നിലനിൽക്കുന്നതിന് കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ തന്നെയാണ്. ആ ചൈതന്യം കൊണ്ടാണ്. അത് ഭഗവാൻ അറിയുന്നു, എന്നാൽ നമ്മളൊട്ടും അറിയുന്നില്ല. എത്ര നോക്കൊരു ഭഗവാന്റെ ഒരു നമ്മളോടൊക്കെയുള്ള കാരുണ്യം. എന്നിട്ട് പറയുന്നു യദോ പരാമോ മനസോ നാമരൂപ രൂപസ്യ ദൃഷ്ടസ്മൃതി സംഭ്രമോഷൽ ഈയതേ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശ്രുതി സത്മനേ നമാം. യദോ ഉപരരാമ മനസോ നാമരൂപ രൂപസ്യ ദൃഷ്ടി സ്മൃതി സംഭ്രമോഷൽ. എങ്ങനെയാണ് ഈ ഭഗവാനെ നമുക്കറിയാൻ സാധിക്കുക? അതിനെന്താ വഴി ഭഗവാനെ അറിയാൻ? മനസ്സെന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, നാമരൂപങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ഒന്നാണ്. മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നുകിൽ മനസ്സിന് ഏതെങ്കിലും രൂപം വേണം, അല്ലെങ്കിൽ മനസ്സിന് എന്ത് വേണം? ഏതെങ്കിലും ശബ്ദങ്ങൾ വേണം. ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ രൂപത്തിലൂടെയോ മനസ്സിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. നിങ്ങൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കാതിരുന്ന് നോക്കൂ, എന്താ ഉണ്ടാവുക? വെറുതെ ചിന്തിക്കാതെ കുറച്ചു നേരം ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. കാരണം മനസ്സിനൊരു പിടുത്തവും ഇല്ലേ ഇവിടെ. മനസ്സിന് എന്തെങ്കിലും ഒരു ചിന്തിക്കാനൊരു
വിഷയം വേണം. മനസ്സിങ്ങനെ ഒരു രൂപം വിട്ട് മറ്റൊരു രൂപം വിട്ട് ഒരു രൂപം വിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ രൂപങ്ങളൊന്നും വേണമെന്നില്ല. എന്ത് മതി? എന്തെങ്കിലും ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. വെറുതെ ഒരു പാട്ട് കേട്ടാൽ മനസ്സവിടെ ഇരുന്നോളൂ. ഇതാണ് മനസ്സിൻ്റെ പ്രത്യേകത. എങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ എന്ത് വേണം? നാമരൂപോ യഥാ ഉപരരാമ നാമരൂപസ്യ. നാമരൂപത്തിൽ നിന്നും ആരുപരമിക്കണം? മനസ്സുപരമിക്കണം. മനസ്സുപരമിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടുകൊണ്ട് വേണം ആരിലേക്ക് തിരിയാൻ? ഭഗവാനിലേക്ക് തിരിയാൻ. ഇത്തിരി പ്രയാസമുണ്ടത്. കാരണം നമ്മൾ നാമരൂപങ്ങളെ ഗ്രഹിച്ച് പെട്ടെന്ന് നാമരൂപമില്ലാത്ത ഒന്നിനെ പിടികൂടാൻ വളരെ പ്രയാസമായതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് സമബുദ്ധിയിലെത്തുന്നത് വരെ നാമരൂപങ്ങൾ വിടരുതെന്ന്. ഏതെങ്കിലും ഒരു നാമത്തിലും ഒരു രൂപത്തിലും മുറുകെ പിടിക്കുമെന്ന് ഉപനിഷത്തിൽ പറയും. എങ്ങനെയാണ് ഭഗവാൻ നമുക്ക് അനുഭവം കാണിച്ചു തരുന്നത് എന്ന് പറയാണ് മുണ്ടകോപനിഷത്തിൽ. നായമാത്മാ പ്രവചനേന ലഭ്യ. കുറെ പ്രവചനം ചെയ്തതുകൊണ്ട് ന അയം ആത്മാ ലഭ്യ. ആരെ കിട്ടാൻ പോകുന്നില്ല? കുറെ നാമം ജപിച്ചതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ കുറെ ശബ്ദമുണ്ടാക്കുക. കുറെ നാമം ജപിച്ചു, ഞാൻ രാമായണം വായിച്ചു, ഭാഗവതം വായിച്ചു, ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ഭഗവാനെ കിട്ടാൻ കുറെ ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുദാസുതേന ന മേധയാ. ഒരാൾക്ക് നല്ല ബുദ്ധിസാമർഥ്യമൊക്കെ ഉണ്ട്. അതുപോലെ ബഹുന ശ്രുതേന, ഒരുപാട് സത്സംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം കുറേ സത്സംഗങ്ങൾ കേട്ടതുകൊണ്ടും കുറേ ബുദ്ധിയുള്ളതുകൊണ്ടും ആരെ കിട്ടാൻ പോകുന്നില്ല? ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. അപ്പം കുറേ നാമം ചൊല്ലിയത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, കുറേ ബുദ്ധിയുള്ളത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഭഗവാനെ കിട്ടാൻ കുറേ ശ്രവണം ചെയ്തതുകൊണ്ടും സാധ്യമല്ല. പിന്നെ ഇങ്ങനെയാണ് യമൈവേ ചവൃണതേ തേന ലഭ്യ. യമൈവേ യമ ഏവ വൃണുതേ. ആരാണോ തന്നെ സമർപ്പിക്കുന്നത് അവർക്ക് ലഭ്യ. അപ്പം ആർക്കാ കിട്ടുന്നത്? തൻ്റെ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ആരെ കിട്ടുള്ളൂ? ഭഗവാനെ കിട്ടുള്ളൂ. അവർക്ക് ഭഗവാൻ എന്ത് ചെയ്യും? പറയാണ് തസ്സേഷ ആത്മാ വൃണുതേ തനുസ്വം. അവർക്ക് തൻ്റെ സ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയണം. അപ്പോൾ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് ഭഗവാനെ ഒരിക്കലും അനുഭവിക്കാൻ സാധ്യമല്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ നമ്രാണാം സന്നിധത്തെ സതതമഭിപുരസ്ഥൈ അനഭ്യർത്ഥിതാനപി കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിഞ്ച. അപ്പം നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കണമെങ്കിൽ അതിനെന്താ വേണ്ടത്? എങ്ങനെയുള്ള മനസ്സായിരിക്കണം? സമബുദ്ധിയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം. അങ്ങനെയുള്ള മനസ്സ് നേടിയെടുത്താലേ ആ മനസ്സിനെ നമുക്ക് ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെയൊക്കെ അഭ്യാസം എന്ന് പറയുന്നത്. ഈ അഭ്യാസത്തിലൂടെ വേണം മനസ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ. അപ്പോഴേ നമ്മുടെ മനസ്സ് ഉയരുകയുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അപ്രകാരം നാമരൂപത്തിൽ നിന്നും മനസ്സിനെ വേർതിരിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ മനസ്സ് ഭഗവാനിലേക്ക് എത്തുന്നതാണ്. സ്വഭാവം മാറ്റാടത്തോടത്തോളം കാലം ആരിലേക്ക് എത്താൻ പറ്റില്ല? വളരെ പിടിവാശിയൊക്കെ വെച്ചിട്ട് കുറേ നാമം ജപിച്ചു, കുറേ ഭാഗവതം വായിച്ചു, കുറേ കേട്ടു. ഭാഗവതം പറയുന്നു കുറച്ചൊക്കെ ഗുണമുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. ഒരിക്കലൊരു കോടതിയിൽ ഡൈവേഴ്സ് കേസ് വന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി പിരിഞ്ഞു. അപ്പം 5 വയസ്സുള്ള പെൺകുട്ടിയോട് ജഡ്ജി ചോദിക്കുകയാണ്, അപ്പം മോളുടെ അച്ഛനും അമ്മയും ഇനി ഒരുമിച്ച് ജീവിക്കില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മോൾക്ക് വിഷമമുണ്ടോ ചോദിച്ചു. ഒട്ടും വിഷമമില്ലായിരുന്നു. അപ്പം മോൾക്ക് ഇപ്പം ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് വെച്ചു. എല്ലാവരും നോക്കി ഇങ്ങനെ മോളുടെ മുഖത്തേക്ക്. അച്ഛനും നോക്കുന്നുണ്ട്, അമ്മയും നോക്കുന്നുണ്ട്. അപ്പം മോള് പറഞ്ഞു, എനിക്ക് 2 പേരുടെ കൂടെ പോകാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ ജഡ്ജി ചോദിച്ചു അതെന്താണെന്ന്. പറഞ്ഞു അച്ഛനും തല്ലും അമ്മയും തല്ലും, ഇവർക്ക് 2 പേർക്കും ഭയങ്കര പിടിവാശി, ഒരാളും അഡ്ജസ്റ്റ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതുകൊണ്ട് പിടിവാശിക്കാരുടെ കൂടെ എനിക്ക് പോകണമെന്നില്ല. പിന്നെ ആരുടെ കൂടെയാണ് പോവാന്ന്? പിടിവാശിയില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ പോവുള്ളൂ എന്ന്. അവർ പിടിവാശിയുള്ളവരുടെ കൂടെ ഞാൻ പോകുന്നില്ല എന്ന് മോള് പറഞ്ഞതുപോലെ
ഒരു പിടിവാശിയുള്ള ഒരാൾക്കൊരിക്കലും മനസ്സിനെ ഉയർത്താൻ സാധ്യമല്ല. നമ്മളത് മാറ്റിയെടുക്കുക തന്നെ വേണം, വേറെ വഴിയൊന്നുമില്ല. അതാണ് ഗീതയിൽ ഭക്തന്റെ ലക്ഷണം പറയുന്നത്, തുല്യനിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിൽ അനികേതസ്ഥിരമതിർ ഭക്തിമാൻമേ പ്രിയോ നര. ഇങ്ങനെ അനവധി തവണ ഭഗവാൻ ആവർത്തിക്കുന്നു ഈ കാര്യങ്ങൾ. അപ്പം തുല്യനിന്ദാസ്തുതിർ മൗനി, നിന്ദിച്ചാലും പരിഹസിച്ചാലും മനസ്സ് എങ്ങനെയിരിക്കണം? ആ സമബുദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആരനുഭവിക്കാം? കേവലയാ സ്വസംസ്ഥയാ, തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതാർക്ക് സാധിക്കും? മനീഷിണോന്തർഹൃതി സന്നിവേശിതം സശക്തിവിനവഭിശ്ചത്രിവദ്ഭീ വഗ്നിം യഥാദാരുണി പാഞ്ചദസ്യം മനീഷയാ നിഷ്കഷന്തിഗൂഢം. മനീഷിനോ അന്തർഹൃതി സന്നിവേശിതം. ഓരോ ശ്ലോകങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഭഗവാനെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അനന്തശക്തിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് പറയുന്നു. സശക്തിവിർ നവഭിശ്ചത്രിവദ്ഭി, ഈ ശക്തി കൊണ്ടാണ് 9 ശക്തികളും അതുപോലെ ത്രിവദ്ഭി 3 ശക്തികളും പ്രവർത്തിക്കുന്നത്. 9 ശക്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റേത്. അതേത് 9 ശക്തി ശരീരത്തിൻ്റേത്? ഈ ശരീരത്തിൽ 9, അതൊക്കെ നമ്മൾ കണക്ട് ചെയ്യണം. ഈ ശബ്ദങ്ങളൊക്കെ വായിക്കുമ്പോണ്ടല്ലോ നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിൽ കിടക്കണം. ശരീരത്തിൽ 9 ദ്വാരങ്ങളാണ്. നവദ്വാരേ പുരേ ദേഹി, ഈ ശരീരത്തിൽ 9 ദ്വാരങ്ങളാണ്. അപ്പോൾ നവദ്വി 9 ദ്വാരങ്ങളുള്ള ശരീരവും ത്രിവി എന്ന് പറഞ്ഞാൽ 3, മനസ്സിൽ 3 ഗുണങ്ങളാണ്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പം ഈ 3 ഗുണങ്ങളുള്ള മനസ്സും 9 ദ്വാരങ്ങളുള്ള ശരീരമൊക്കെ ഇതൊക്കെ വർത്തിക്കുന്നത് സശക്തിപേർ ഹൃദി സന്നിവേശിതം, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാകുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. ഏതുപോലെ വഗ്നിം യഥാദാരുണി പാഞ്ചദസ്യം മനീഷയ നിഷ്കഷന്തിഗൂഢം, അരണി കടഞ്ഞ് അഗ്നി എടുക്കുന്നത് പോലെ. അഗ്നി പുറത്തുനിന്ന് വരുന്നതല്ല, ആണോ? അരണിയിൽ തന്നെ എന്തുണ്ട്? അഗ്നിയുണ്ട്. പക്ഷെ അത് കടഞ്ഞ് അവിടെ ചൂട് ജനറേറ്റ് ചെയ്ത് അപ്പോഴാണ് അവിടെ നിന്ന് അഗ്നി ഉണ്ടാവുന്നത്. ഇതുപോലെ നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് ഉരസുമ്പോഴേ, ആ ഒരു അരണി കടയുന്നത് പോലെ നമ്മൾ ഉരസുമ്പോഴേ നമ്മൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഉപായത്തിലൂടെ, നാമസങ്കീർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ പ്രാണായാമത്തിലൂടെയോ അല്ലെങ്കിൽ നിഷ്കാമ സേവനത്തിലൂടെയോ അല്ലെങ്കിൽ ഏകാഗ്രമായ ധ്യാനത്തിലൂടെയോ ഏതെങ്കിലും ഒരു പ്രക്രിയയിലൂടെ കേനപ്രകാരേണ മനഃകൃഷ്ണേ നിവേശയൽ, മനസ്സിനെ ആരിലേക്ക് നയിക്കണം? ഭഗവാനിലേക്ക്. അത് നമ്മൾ അഭ്യസിക്കണം. അപ്രകാരം അഭ്യസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യദ്യന്നിരുക്തം വജസാ നിരുക്തം ദിയാക്ഷഭിരിവാ മനസാവോദയസ്യ മാഭൂസ്വരൂപം ഗുണരൂപം തത്തൽ സവേ ഗുണാപായ വിസർഗലക്ഷണ. യദ്യന്നിരുക്തം വജസാ നിരൂപിതം, അതിനെ ഇന്നതെന്ന് നിരുക്തം, ഇന്നതെന്ന് വജസാ നിരൂപിതം, വാക്കുകൊണ്ട് നിരൂപിക്കാൻ സാധ്യല്ല. ദിയാ അക്ഷഭിരുവ മനസാ, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭഗവാൻ ഇന്നതാണെന്ന് പറയാൻ സാധ്യല്ല. കാരണം സ്വരൂപം മാ, ഭഗവാന് പ്രത്യേകിച്ചൊരു രൂപവുമില്ല. ഇപ്പം ഈ യുക്തിവാദികൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഈശ്വരനോട് വളരെ അടുക്കാൻ സാധിക്കുന്നവരാണ് യുക്തിവാദികൾ. കാരണം ഭാരതീയരെ സംബന്ധിച്ച് ഈശ്വരൻ എന്താണെന്നുള്ള ചോദ്യത്തിനുണ്ടല്ലോ ഉത്തരം. എന്താ ഉത്തരം എന്ന് പറയോ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഋഷിമാർക്ക് പറയാനുള്ളത്, ശിഷ്യന്മാരെ എന്ന് ഋഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഗുരുവിൻ്റെ അടുത്ത്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഉത്തരം? നേതി നേതി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതല്ല. ഒരിക്കൽ ആചാര്യ വിനോബാവയുടെ അടുത്ത് ഒരു പണ്ഡിതയായിട്ടുള്ളൊരു അമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഈശ്വരനെയൊക്കെ അനുഭവിച്ച ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് ഈശ്വരൻ ആരാന്നൊന്ന് അറിയണം. അപ്പോൾ അങ്ങൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആചാര്യ വിനോബാവി എന്ത് ചെയ്തു? കുറച്ച് മുന്തിരി മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഈശ്വരൻ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, ചീപ്പാക്കരുത് എന്നെ. അപ്പോൾ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് കൊടുത്തു. എന്നാ ഇതായിക്കോട്ടെ ഈശ്വരൻ. പറഞ്ഞു, ഇതല്ലേ ഈശ്വരൻ.
പിന്നെ അവിടെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, അത് വെച്ചു കൊടുത്തു. ഇതുമല്ല ഈശ്വരൻ. എന്ത് അദ്ദേഹം എടുത്തു വെച്ചാലും അവർ പറയും ഇതല്ല ഇതല്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു ഇതന്നെയാ ഋഷിമാരും പറഞ്ഞത്. എന്ത്? ഇതല്ല 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 ഇതല്ല. അവർ പറയും ഇതല്ല ഇതല്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു ഇതന്നെയാ ഋഷിമാരും പറഞ്ഞത്. എന്ത്? ഇതല്ല 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 ഇതല്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഈശ്വരൻ എന്ന് കരുതുന്നോ അതല്ല ഈശ്വരൻ. അപ്പോൾ പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം അവിടെയാണ് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. രൂപങ്ങളൊക്കെ വികസിച്ചിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ഇഫ് ദർ ഇസ് നോ മൈൻഡ് ദർ ഇസ് നോ ഫോം എന്നാണ്. ഏത് രൂപങ്ങളുടെയും പിന്നിൽ ആരുടെ ശക്തി വേണം? മനസ്സിൻ്റെ ശക്തി വേണം. ഇപ്പം നമ്മൾ കെട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ വന്നിരിക്കുന്നത് മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നാണ്. അതിൻ്റെ പ്ലാനുകളും അതിൻ്റെ പദ്ധതികളും അതുണ്ടാക്കണമെന്ന ആഗ്രഹവും അത് നിർമ്മിക്കാനുള്ള ശക്തിയും എല്ലാം എവിടെയാണ്? മനുഷ്യ മനസ്സിലാണ്. ആണോ അല്ലയോ? ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ കാമം എന്നൊരു വികാരം എവിടെ വരണം? മനസ്സിൽ വരണം. ഏത് സൃഷ്ടിയുടെയും പിന്നിലുള്ള ശക്തി മനസ്സാണ്. അപ്പം രൂപങ്ങളൊക്കെ നിർമ്മിക്കുന്നത് മനസ്സ് തന്നെയാണ്. മനസ്സില്ലേ രൂപങ്ങൾ നിർമ്മിക്കാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഭാരതീയർ ബ്രഹ്മാവിനെ സൃഷ്ടാവാക്കി വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവിനെ സൃഷ്ടാവാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുകയാണ് പറഞ്ഞത്. സൃഷ്ടാവാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ 4 തലയുള്ള വ്യക്തി എന്നല്ല അർത്ഥം. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമല്ല, എല്ലാവരിലുമുള്ള മനസ്സിൻ്റെ പ്രതീകമാണ് ആര്? ബ്രഹ്മാവ്. അപ്പം മനസ്സിൻ്റെ രൂപം ഏതാണ്? ഈ സൃഷ്ടികളൊക്കെ ചെയ്തിരിക്കുന്ന മനസ്സിൻ്റെ രൂപം ഏതാണ്? മനസ്സിന് വല്ല രൂപമുണ്ടോ? മനസ്സിനേ രൂപമില്ല. പിന്നെ ആ മനസ്സിനെ പോലും നിലനിർത്തുന്ന ചൈതന്യത്തിൻ്റെ രൂപമോ ഗ്രഹിക്കാൻ പറ്റുമോ? അനന്തമായ പൂർണ്ണമായ ഒരു സത്യമാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കത് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ രൂപങ്ങളെ ഗ്രഹിച്ച് പെട്ടെന്ന് നമ്മളോട് രൂപമില്ലാത്തവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ക്രമേണ നമ്മൾ ധരിച്ചു വെക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് രൂപമുള്ളവനായാൽ എന്താ കുഴപ്പം? ഭഗവാന് നമ്മൾ രൂപമുള്ളവനാണ് ഭഗവാൻ എന്ന് വെക്കുക. അപ്പം എന്താ കുഴപ്പം? എന്ന് വെച്ചാൽ കാലനിയമങ്ങളൊക്കെ ഏത് രൂപത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഭഗവാന്റെ രൂപത്തിനും കാലനിയമം ബാധകമാണ്. അപ്പം ജനിച്ച ഭഗവാൻ മരിക്കാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളെല്ലാം കൃഷ്ണനായാലും രാമനായാലും ശരീരം കൊണ്ട് ലീലകളാടിയിട്ടുണ്ടെങ്കിൽ അവസാനം ഈ ശരീരം പോയിട്ടുമുണ്ട് ഇല്ലേ? ഒരു ശരീരവും ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഏതെങ്കിലും അവർ അവതാരം നിർത്തിയതായിട്ട് നിങ്ങൾ ഏതെങ്കിലും പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. അവരൊക്കെ ശരീരമെടുത്തു, അവരൊക്കെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഭഗവാൻ എന്ന് പറയുന്ന സത്യം പോയിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും വേർതിരിച്ചറിയണം നമ്മൾ. ഒന്ന്, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉപാസനാമൂർത്തിയെ കാണുന്ന രൂപമാണെങ്കിൽ അതിൽ നശിക്കാത്തതെന്ന് പറയുന്നത് ഭഗവാന്റെ തത്വമാണെന്ന് മനസ്സിലാക്കണം. തത്വം നശിക്കില്ല, രൂപം നശിക്കും. നിങ്ങളിലെ വളയെ നശിപ്പിക്കാം, മാലയെ നശിപ്പിക്കാം, മോതിരത്തെ നശിപ്പിക്കാം, ഏതാഭരണത്തെയും നശിപ്പിക്കാം. പക്ഷേ സ്വർണത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഒരു മൺകലത്തെ നമുക്ക് നശിപ്പിക്കാം, മണ്ണിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ ഭഗവാൻ എന്ന് പറയുമ്പം രണ്ടും ചേർന്നതാണ്. ഏത് രണ്ടും? രൂപവും തത്വവും. തത്വം ഇല്ലെങ്കിൽ ഭഗവാന്റെ രൂപമില്ല. കൃഷ്ണനാകുന്നൊരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് കൃഷ്ണനാകുന്ന രൂപമുള്ളത്. അതേ ചൈതന്യം തന്നെ രാമനിൽ ഉള്ളത് കൊണ്ടാണ് രാമനാകുന്ന രൂപമുള്ളത്. ചൈതന്യമില്ലേ, ഒരു രൂപങ്ങളുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പം രൂപം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സമയത്ത് അതിനെ ശാസ്ത്രീയമായി പറയുന്നത് സ്വഭാവം എന്നാണ്. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ, ആ സത്യത്തെ സ്വരൂപം എന്നാണ്. അപ്പം സ്വരൂപവും സ്വഭാവവും. സ്വഭാവം മാറി മാറി വരും, പക്ഷേ ഇത് മാറുന്നില്ല. സ്വരൂപം മാറി മാറി വരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഗ്രഹിച്ച് ഉറപ്പിച്ച് വെക്കണം. അപ്പം നമ്മുടെ കണ്ണുണ്ടല്ലോ, 2 തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതാണ് ആരാധന എന്നൊക്കെ പറയുന്നത്. ഒന്ന്, കണ്ണുകൊണ്ട് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് തന്നെ ഉടനെ കണ്ണടച്ചുകൊണ്ട് ഏതിനെ ഗ്രഹിക്കണം? ഒരു നിമിഷ നേരത്തേക്കെങ്കിലും
ആ തത്വത്തെ നമ്മൾ, രൂപത്തിനതീതമായ തത്വത്തെ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആരാധന യഥാർത്ഥമായി തീരുള്ളൂ. ആ രൂപത്തെ കണ്ടു പോവാൻ സമ്മതിക്കരുത്. ഒരു നിമിഷം നിങ്ങൾ ആ ശംഖചക്ര കഥാരൂപമോ ഏത് രൂപമാവട്ടെ നിങ്ങൾ ആരാധിക്കുന്നത്, ആ രൂപത്തിൽ മനസ്സ് വെച്ച്, അതുകൊണ്ട് നോക്കൂ, നമ്മുടെ ആരാധനയിലൊക്കെ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ കണ്ണ് തുറന്ന് ആദ്യം കാണുന്നു, പിന്നീട് നമ്മൾ കണ്ണടച്ച് നോക്കുന്നു. പക്ഷെ കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രൂപത്തെ അല്ല കാണേണ്ടത്, പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതും ഈ വിഗ്രഹത്തിലിരിക്കുന്നതുമായ ചൈതന്യം ഒന്ന് തന്നെയാണ്. ഭഗവാൻ കൂടെയുണ്ടെന്ന് ആ ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ ക്രമേണ നമ്മുടെ മനസ്സിന് മാഭൂസ്വരൂപം ഗുണരൂപം ഹി തത്തൽ, ഇവിടെ ഭഗവാന്റെ രൂപത്തിനെ സ്ഥൂല രൂപത്തെ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സവൈ ഗുണാപായ വിസർഗലക്ഷണം. അതുകൊണ്ട് ആ ഭഗവാനിൽ നിന്നാണ് യസ്മിൻ യദോ യേന ച യസ്യ യസ്മൈ യദ്യോ യഥാ കുരുതേ കാര്യതേ ച പരാവരേശം പരമം പ്രാക്പ്രസിദ്ധം തൽ ബ്രഹ്മ തൽഹേതു അനന്യദേകം. ആരാണ് ബ്രഹ്മം? ഇവിടെ പരിചയപ്പെടുത്തിയത് തത് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. ഏതാണത്? യസ്മിൻ യദോ യേന യസ്യ യസ്മൈ, ഏതൊന്നിൽ നിന്നാണോ, ഏതൊന്നുള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതെല്ലാം പ്രകടമാവുന്നത്, ബാക്കിയുള്ളതെല്ലാം പ്രകടമായി പ്രവർത്തിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നുള്ളത് കൊണ്ടാണോ, യോ അതിൻ്റെ സാന്നിധ്യത്തിലാണ് കുരുതേ കാര്യതേ, യാതൊന്ന് നടക്കുന്നതും ചെയ്യുന്നതൊക്കെ ഏതൊന്നുള്ളത് കൊണ്ടാണോ, പരാപരേഷം പരമം, പരത്തിൽ നിന്നും അപരത്തിൽ നിന്നും പരമമായി നിൽക്കുന്നത്, അത് തന്നെ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ? അതല്ലേ വലിയ ബുദ്ധിമുട്ട്. ഇതൊക്കെ സംസ്കൃതത്തിൽ എഴുതിയത് കൊണ്ടും സൂക്ഷ്മമായതുകൊണ്ടും മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസം. കാരണം നമ്മളത് ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും വളരെ ലളിതമാണ്. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ഈവൻ മോഡേൺ സയൻസ് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാണാം 3 കാര്യം, അവർക്ക് 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന് മാറ്ററും, 2 എനർജിയും. മാറ്റർ ഉണ്ടാവുന്നത് എനർജിയിൽ നിന്നാണ് ഫിസിക്സിന് പറയാനുള്ളത്. കൂടുതൽ സൂക്ഷ്മമായി അവർ ക്വാണ്ടം ഫിസിക്സും അതും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എനർജിയാണ് ബേസിക്. എന്നാൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മൾ 3ാമത്തെ എനർജിയിലേക്ക് എത്തിക്കുകയാണ്. അതാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അപ്പം മാറ്റർ എന്ന് പറയുന്നതോ അതാണ് സ്ഥൂല ശരീരം. അതുണ്ടാക്കിയ എനർജി എന്ന് പറയുന്നതോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഈ ശരീരത്തെ നിർമ്മിക്കുന്നത് ആരാണ്? ഈ ശരീരത്തെ നിർമ്മിക്കുന്നത് ഒന്നുകൂടി പഠിക്കൂ നിങ്ങൾ. നമ്മുടെ മനസ്സ്, ആ ശക്തി ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കണം നമ്മൾ. ഇനി ഒരു ശരീരം നിങ്ങൾക്ക് വേണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അപ്പോൾ ഒരു ശരീരത്തിൻ്റെ ഉറവിടം മുഴുവൻ എവിടുന്നാണ് വരുന്നത്? മനസ്സിൽ നിന്നാണ്, സംശയമില്ല. ഇനി നമ്മുടെ മനസ്സിന് ഒരു ശരീരത്തിൻ്റെ രൂപം എടുത്തിട്ടുണ്ട്. അത് ആ രൂപം പ്രകടമാവണമെങ്കിൽ മറ്റു മനസ്സുകൾ ചേരേണ്ടതുണ്ട്. ഒരച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ മനസ്സ് ചേർന്ന്, അവരുടെ രക്തം ബീജമായി അണ്ഡവുമായി ചേർന്ന് ഗർഭപാത്രത്തിലേക്ക് വന്ന് ആ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ജീവൻ പ്രവേശിക്കുകയാണ്, മനസ്സ് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശരീരങ്ങളൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്, വികസിച്ച് വന്നിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സിൻ്റെ പ്രവർത്തനമില്ലെങ്കിൽ ഒരു ശരീരവും ഇവിടെ വികസിക്കാൻ പോകുന്നില്ല. ഉണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു രൂപവും വികസിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഏത് രൂപം വേണമെന്ന് നിശ്ചയിക്കുന്നത് മനസ്സാണെങ്കിൽ, മനസ്സിന് അങ്ങനെ ഒരു രൂപത്തെ നിശ്ചയിക്കണമെങ്കിൽ, അങ്ങനെ ഒരു രൂപത്തെ അങ്ങോട്ട് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രൂപത്തിലിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത്. ആണോ അല്ലയോ? അപ്പം രൂപത്തിലിരുന്നു കൊണ്ട് വേറെ രൂപങ്ങളെ ചിന്തിച്ച് വീണ്ടും വേറെ രൂപങ്ങളെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്നു മനസ്സ്. അപ്പം അതുകൊണ്ട് സ്ഥൂലമായ ശരീരത്തെ നിർമ്മിക്കുന്നതെല്ലാം സൂക്ഷ്മമായ മനസ്സാണ്. ഇന്നത്തെ ഭാഷയിൽ, സയൻസിൻ്റെ ഭാഷയിൽ സ്ഥൂലമായ ശരീരത്തെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കുകയാണെങ്കിൽ, സൂക്ഷ്മമായ ശരീരത്തെ മനസ്സെന്ന് വിളിക്കുകയാണെങ്കിൽ, എനർജിയെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഫിസിക്സ് പറയുന്നത് ശരിയാണ്. അവർ പറയണു യു ക്യാൻ ഡിസ്ട്രോയ് ദ മാറ്റർ ബട്ട് യു കനോട്ട് ഡിസ്ട്രോയ് ദി എനർജി. നമുക്ക് ശരീരത്തെ നശിപ്പിക്കാം. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ രൂപത്തെ മാറ്റം വരുത്താം, പക്ഷെ മനസ്സിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ ശരീരം വെട്ടി നുറുക്കിയാലും
മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ശരീരം നശിച്ചാലും ആരും നശിക്കുന്നില്ല, മനസ്സ് നശിക്കുന്നില്ല. അത്രയും നമുക്ക് മനസ്സിലായി. ഇതാണ് മോഡേൺ സയൻസ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു പടിയും കൂടി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഋഷിമാർ നമുക്ക് കാണിച്ചു തന്നത്. അവർ പറയുന്നു, എനർജിക്ക് മാറ്റർ ആവണമെങ്കിൽ, ഈ മനസ്സിൻ്റെ ഉള്ളിൽ വികാരങ്ങൾ വന്ന് മറ്റൊരു രൂപത്തെ ചിന്തിക്കണമെങ്കിൽ, ഈ ശരീരത്തിലിരിക്കുന്ന മനസ്സിന് ഇപ്പം നിങ്ങളുടെ രൂപത്തെ എനിക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് അതിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിന് പിന്നിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം. അങ്ങനെയാണ് മൂന്നാമത്തെ എനർജിയിലേക്ക് നമ്മുടെ ഋഷിമാരെത്തിയത്. അവർ പറയുന്നു, ഇതെല്ലാം വന്നിരിക്കുന്നത് അതിൽ നിന്നാണ്. കാരണം ആ ശക്തിയില്ലെങ്കിൽ ഇവിടെ മനസ്സിനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കാമം എന്ന വികാരം കൊണ്ടുവരാനോ ഒന്നും സാധ്യമല്ല. മനസ്സും ശരീരവും പരിപൂർണമായി ആശ്രയിച്ചിരിക്കുന്നത് ആ ചൈതന്യത്തെയാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പോൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മനസ്സുണരുന്നത്, ഉണർന്ന് പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വസ്ഥമായി അവിടെ നിലനിൽക്കുന്നത്. അപ്പം അതിന് വിടരണമെങ്കിൽ, അതിന് വികസിക്കണമെങ്കിൽ, അതിന് വീണ്ടും ഉറങ്ങണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതിനെ നോക്കിക്കൊണ്ട് ഋഷി പറയുന്നു, തദ് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. അതാണെങ്കിലോ അനന്യം. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം അന്യമല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിന് മറ്റൊന്നും താരതമ്യം ചെയ്യാനില്ല. ഏകം, അത് ഏകമാണ്, എല്ലാവരിലും ഒന്ന് തന്നെയാണ്. ഒരേ സാഗരത്തിൽ നിന്ന് അനവധി പുഴകൾ പോകുന്നത് പോലെ ഒരേ ചൈതന്യത്തിൻ്റെ അനവധി രൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ആ രൂപങ്ങളൊക്കെ വന്നിരിക്കുന്നത് മനസ്സിൽ നിന്നാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വ്യത്യസ്ത ചിന്തകളുണ്ടാവാം, വ്യത്യസ്ത വികാരങ്ങളുണ്ടാവാം. പക്ഷേ ഈ വ്യത്യസ്ത ചിന്തകൾക്കും വ്യത്യസ്ത വികാരങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ ഉള്ളിൽ ആര് വേണം? നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. അത് തന്നെയാണ് ഈശ്വരനെന്ന് ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ പോവാൻ. ഭാഗവതം കേട്ട് 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 ഉറപ്പിക്കേണ്ടതാണ്. അവസാനം പരീക്ഷിത്ത് മഹാരാജാവ് ഈ ഉറപ്പിലാണ് വരുന്നത്. 7ാമത്തെ ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഓർമ്മിപ്പിക്കുകയാണ് പരീക്ഷത്തിനെ ശ്രീശുക ബ്രഹ്മർഷി പറയാണ്. 12ാമത്തെ സ്കന്ധത്തിൽ അവിടെ 5ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മോപദേശത്തിൽ പറയും, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാദായ നിഷ്കളേ. അഹം ബ്രഹ്മ. പരീക്ഷത്തെ അങ്ങ് ഞാനെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അഹം ബ്രഹ്മ പരം ധാമ. ആ മനസ്സിൻ്റെ ആശ്രയം, മനസ്സിൻ്റെ ധാമം എന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് നീ വന്നിരിക്കുന്നത്. ഏവം സമീക്ഷനാത്മാനം. ഇത് തന്നെ മനസ്സുകൊണ്ട് നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ആത്മന്യാദായ നിഷ്കളേ, അങ്ങയുടെ മനസ്സിനെ ദൃഢമാക്കി ഉറപ്പിക്കൂ. അങ്ങയിൽ നിന്ന് അന്യമായൊരു ഈശ്വരനും ഇല്ല. ഇത് ഉറപ്പിക്കാൻ സാധിച്ചൊരു ശാസ്ത്രമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉയരണം. നമ്മൾ വിഗ്രഹങ്ങളെ കാണുമ്പോഴും ഈശ്വരനെ കാണേണ്ടത് എവിടെ തന്നെയാണ്? നമ്മളിൽ തന്നെയാണ്. ഭട്ടതിരിപ്പാട് അത് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാരായണീയത്തിലെ 2ാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഏവം ദുർലഭ്യവസ്തും നബി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ തൻവാവാജാദിയാവാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്ഭയന്തു സ്ഥിരതര മനസാം വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമ. നിശേഷം ആത്മാനം ഏനം ഗുരുപവനപുരാധീശം. എൻ്റെ ആത്മാവിൽ നിന്ന് വിട്ടിട്ടൊരു ഗുരുവായൂരപ്പനും ഇല്ല എന്നോട് ഉറപ്പിക്കണം. ഇത് തന്നെയാണ് ഗീതയിൽ ഭഗവാൻ അടിച്ചുറപ്പിക്കുന്നത്. നമ്മൾ ഹിന്ദുക്കൾ നല്ലവണ്ണം ബോധവൽക്കരിക്കണം ഇക്കാര്യത്തിൽ മനസ്സിനെ. അവജാനന്തി മാം മൂഢ മാനുഷിം തനുമാശ്രിതം. മനുഷ്യൻ്റെ ശരീരമെടുത്ത രൂപത്തിൽ നിങ്ങൾ എന്നെ കണ്ടോളൂ, വിരോധമില്ല. പക്ഷേ പരംഭാവമജാനന്ത മമഭൂതമഹേശ്വരം. നിങ്ങൾ പരമമായ ഭാവം മറക്കരുത്. ഞാൻ നിങ്ങളാകുന്ന ഭൂതത്തിൻ്റെ മഹേശ്വരനാണ് എന്ന് വെച്ചാൽ ഞാൻ നിറഞ്ഞിരിക്കുന്നത് വിഗ്രഹത്തിലാണെന്ന് നിങ്ങൾ പറയരുത്. ആ വിഗ്രഹത്തിൽ പോലും എൻ്റെ ചൈതന്യം വന്നിരിക്കുന്നത്
നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. അപ്പം നമ്മൾ രൂപത്തെ പുറമേ കാണുമ്പോഴും തത്വത്തെ എവിടെ ഗ്രഹിക്കണം? നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കണം. ഇങ്ങനെ കാണലും ഗ്രഹിക്കലും, ഗ്രഹിക്കേണ്ടത് ബുദ്ധി കൊണ്ടും കാണൽ കണ്ണുകൊണ്ടും, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചാൽ ഭഗവാനെ ഉള്ളിൽ ബ്രഹ്മമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അസ്ഥീതി നാസ്തീതി ച വസ്തുനിഷ്ഠയോ ഏകസ്ഥയോർ ഭിന്ന വിരുദ്ധധർമ്മയോ അവേക്ഷിതം കിഞ്ചന യോഗസാംഖ്യയോ സമം പരം ഹി അനുകൂലം ബൃഹത്തൽ. ചിലർ പറയുന്നു അസ്ഥി, ഭഗവാൻ ഉണ്ട് എന്ന്. ചിലർ പറയുന്നു നാസ്തി, ഇല്ല എന്ന്. ചിലരുണ്ട് എന്ന് പറയുന്നു, ചിലരില്ല എന്നൊക്കെ പറയുന്നത് ഏത് തലത്തിലാണ് അവരൊക്കെ പറയുന്നത്? വസ്തുനിഷ്ഠയോ ഏകയോ ഭിന്ന വിരുദ്ധധർമ്മയോ. ഈ രൂപങ്ങളാണ് ഈശ്വരൻ എന്ന് ധരിക്കുന്നവർ പറയുന്നു ഇതാണ് ഈശ്വരൻ എന്ന്. എന്നാൽ ചിലർ പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല, അങ്ങനെ കാരണം രൂപങ്ങളൊക്കെ നശിക്കും. ഇപ്പം യുക്തിവാദികൾ അതാണ് സമ്മതിക്കാത്തത്. നമ്മുടെ പൂർവികന്മാരൊക്കെ ഉണ്ടല്ലോ, പലരും യുക്തിവാദികളായിരുന്നു. അവരൊന്നും അങ്ങോട്ട് അന്ധമായിട്ട് സ്വീകരിച്ചവരായിരുന്നില്ല. നിങ്ങൾ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഈശ്വരനെയൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് കൽക്കട്ടയിൽ അദ്ദേഹം കാണുന്ന സന്യാസിമാരോട് മുഴുവൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പം വിഗ്രഹം ഈശ്വരനായിട്ട് അദ്ദേഹം കണക്കാക്കിയില്ല. ഉണ്ടോ? കൽക്കട്ടയിലുള്ള കാളീക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പോയാൽ കണ്ടുകൂടെ ദേവിയുടെ രൂപം? സമ്മതിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങളെ അവർ ഈശ്വരനായിട്ട് അംഗീകരിക്കാത്തതിന് കാരണം അവരുടെ യുക്തി കൊണ്ട് അവർ കാണുന്നു ഉണ്ടായതെല്ലാം നശിക്കുന്നു. പിന്നെ ഇങ്ങനെ ഇത് ഈശ്വരനാവുക? അതുപോലെ മനുഷ്യൻ്റെ പട്ടിണിയും ബഹളങ്ങളും കാര്യങ്ങളും ഇതിലൊന്നും ഈശ്വരൻ ഒരു സഹായം ചെയ്യുന്നത് കാണുന്നില്ല. പിന്നെ ഇങ്ങനെ ഇത് ഈശ്വരനാവുക? അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ചോദ്യങ്ങൾ അവർ ചോദിച്ചത് പറയാൻ. പിന്നീടാണ് രാമകൃഷ്ണ പരമഹംസരെടുത്തെത്തിയിട്ട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ നിന്നെ കാണുന്നതിനേക്കാളും വ്യക്തമായി ആരെ കാണുന്നു? ഈശ്വരനെ കാണുന്നു. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾ വീഴുന്നത്. അതായത് നിന്നെ കാണുന്നതിനേക്കാളും വ്യക്തതയിൽ ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമ്മളെ ചിന്തന അങ്ങോട്ട് പോവരുത്. നിന്നെ കാണണമെങ്കിൽ എനിക്ക് കണ്ണ് വേണം. ആ കണ്ണിനെ പ്രകാശിപ്പിക്കണമെങ്കിൽ മനസ്സ് വേണം. ആ മനസ്സിനെ പോലും പ്രകാശിപ്പിക്കണമെങ്കിൽ അപ്പം ആരോട് അടുത്താണ് ഞാനിരിക്കുന്നത്? ചൈതന്യത്തോട് അടുത്താണ് ഇരിക്കുന്നത്. അത്രയും തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന മഹാത്മാവ് പറയുന്നു, എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നതിനേക്കാളും അടുത്താണ് എനിക്ക് ഭഗവാൻ എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയും ആ തത്വത്തിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ അസ്ഥി നാസ്തി, ഭഗവാൻ എന്ന് പറയുന്നത് ഉള്ളവൻ എന്ന് പറഞ്ഞാലും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാലും വസ്തുനിഷ്ഠയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമം പരം ഹി അനുകൂലം ബൃഹത്തൽ. ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഭഗവാൻ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഋഷിമാർ പറയുന്നു, ഭഗവാൻ ഉണ്ടോ ഭഗവാൻ ഇല്ലയോ എന്നുള്ള ചിന്തകളൊക്കെ വഴിതെറ്റിയ ചിന്തകളാണ്. യഥാർത്ഥമായ ചിന്ത എന്ന് പറയുന്ന അന്വേഷിച്ചു പോകുമ്പോൾ മനസ്സിലാവുന്നത് ഭഗവാനേ ഉള്ളൂ എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഭഗവാൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ഏത് ഉപകരണം വെച്ചിട്ടാണ്? ഭഗവാൻ ഇല്ല എന്ന് എനിക്ക് പറയണമെങ്കിൽ എൻ്റെ നാവ് പറയണമെങ്കിൽ ആര് പറയിപ്പിക്കണം? മനസ്സ് പറയിപ്പിക്കണം. ഭഗവാൻ ഇല്ല എന്ന് പറയണമെങ്കിലും മനസ്സ് പറയിക്കണം. ആ മനസ്സിനെ പോലും നിലനിൽപ്പ് കൊടുക്കുന്നവനാണ് ഭഗവാനെങ്കിൽ വാസ്തവത്തിൽ ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. അതാണ് മറ്റ് മതത്തിൽ നിന്നുണ്ടല്ലോ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം. അവർ ഈശ്വരൻ ഉണ്ട് എന്ന് പറയുമ്പം നമ്മൾ ഈശ്വരൻ ഉണ്ട് എന്നല്ല പറയുന്നത്, ഈശ്വരനേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം നിലനിൽക്കുന്നത് ഈശ്വരനിലാണ്. അപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ നിലനിൽപ്പായി ഇല്ല. അപ്പോൾ എല്ലാം ഈശ്വരനാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മളൊക്കെ പൊങ്ങി വന്നിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നതും ഈശ്വരനിലാണ്, നമുക്ക് തിരിച്ചു പോവേണ്ടതും ഈശ്വരനിലാണ്. ആ സമീപനത്തിൻ്റെ വ്യത്യാസമാണത്. ഒരു പട്ടണത്തിലൊരു സ്ഥലത്ത് ഒരു കുട്ടി, അന്ധനായ കുട്ടി, അവനൊരു പാത്രം വെച്ചിട്ട് അവിടെ ഭിക്ഷ യാചിക്കാനിരിക്കും. 2 കണ്ണുമില്ലാത്ത കുട്ടിയാണ്. താഴെ പാത്രം വെച്ചിട്ടുണ്ട്, അവനവിടെ ഇരിക്കും. ആ പാത്രത്തിൻ്റെ അടുത്തായിട്ടൊരു കുറ്റി തറച്ചിട്ട് അതിൽ എഴുതി വെച്ച് പ്ലേക്കാർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ അന്ധനാണ്,
എനിക്ക് സംഭാവന തന്ന് സഹായിക്കണമെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ചില്ലറ തൊട്ടുകളിടും, അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെ ഒരാൾ അതിലേക്ക് കടന്നു വന്നപ്പോൾ ആ കുട്ടിയുടെ ഇരിപ്പും ആ പ്ലേക്കാർഡൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന്ന് ആ കുട്ടിയോട് എന്തൊരു കാരുണ്യം. ഉടനെ ആ പ്ലേക്കാർഡ് എടുത്തിട്ട് അദ്ദേഹം അതിൽ മറ്റൊരു കാര്യം എഴുതി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പൈസ അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു, ധാരാളം പൈസ വീണു. അപ്പോൾ ഈ പണം ഇങ്ങനെ വീണത് കണ്ടപ്പോൾ കുട്ടിക്കും ആശ്ചര്യം. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ചു, ആരാവും അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു താല്പര്യമാറ്റം. ആരാണ്? പറഞ്ഞു, ഞാനാണ് കുട്ടി. ആരാണങ്ങ്? പറഞ്ഞു, കുട്ടിക്ക് ഒരുപാട് കാശ് വന്നുവല്ലോ ഇന്ന്. അതെ. എങ്ങനെയാണ് കാശ് വന്നത്? ഞാനിവിടെ ഒരു കാർഡ് വെച്ചിരുന്നു, പ്ലേ കാർഡ് വെച്ചിരുന്നു. അത് ആരോ അതിൽ എഴുത്തെന്തോ മാറ്റിയതായിട്ട് എനിക്ക് തോന്നി. കുട്ടിക്ക് കണ്ണ് കാണില്ലെങ്കിൽ കുട്ടിക്ക് തോന്നിയത്. അതെന്താ മാറ്റിയതെന്ന് എനിക്കറിയില്ല, അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനാണ് കുട്ടി മാറ്റിയതെന്ന്. അപ്പം എന്താ അങ്ങ് മാറ്റിയത്? അപ്പം അദ്ദേഹം അതിലെഴുതിയ വരികൾ ഇതാണ്: ഇന്നത്തെ ദിവസം എത്ര സുന്ദരമായ ദിവസം, പക്ഷെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയല്ലോ എന്ന്. ഇത്രയും എഴുതിയിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമാണ്, പക്ഷെ എനിക്കത് കാണാനുള്ള ഭാഗ്യമില്ല. അദ്ദേഹം ആ കുട്ടി എഴുതുന്നത് തന്നെയാണ് അർത്ഥമാക്കിയത്. എനിക്ക് കണ്ണില്ല. അപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും സുന്ദരമാണ്, പക്ഷെ എനിക്കത് കാണാനുള്ള ഭാഗ്യമില്ല. അദ്ദേഹം ആ കുട്ടി എഴുതുന്നത് തന്നെയാണ് അർത്ഥമാക്കിയത്. എനിക്ക് കണ്ണില്ല, കാഴ്ചയില്ല, കാണാൻ പറ്റില്ല, പക്ഷെ ഇതിൽ സംഭാവന ചോദിച്ചിട്ടില്ല. ഇത് വായിക്കുന്ന സമയത്ത് വായിക്കുന്നവരുടെ മനസ്സിലൊരു തട്ടൽ വരും. കാരണം നമുക്കൊക്കെ കാണാൻ പറ്റുന്നല്ലോ, പാവത്തിന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ദീനത ആ കുട്ടിയോട് കാരുണ്യം തോന്നും. അങ്ങനെയാണ് ഈ പണം വന്നത് പറയാൻ. അപ്പോൾ നോക്കൂ, നമ്മുടെ സമീപനം മാറ്റുമ്പോണ്ടല്ലോ, ഇഫ് ഏബിൾ ടു തിങ്ക് ഡിഫറൻ്റ്ലി എന്ന് പറയും. ഇതാണ് ആത്മീയത. നമ്മൾ ചിന്തിക്കുന്നതൊന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ മനസ്സിന് ധൈര്യം തരാനും ശക്തി തരാനും യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാനെ ഉള്ളൂ എന്ന ബോധ്യം നമുക്ക് ക്രമേണ വരും. ഇന്ന് നമുക്കത് വരാത്തതിന് കാരണം നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട് ഭഗവാൻ എവിടെയോ ഉണ്ട് എന്നുള്ളത്. എവിടെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നില്ല. മനസ്സിലല്ല ഭഗവാൻ. എൻ്റെ മനസ്സിനെ പോലും നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് നമ്മളങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല. ശ്വാസത്തിൻ്റെ ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭക്ഷണം ദഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ഗീതയൊക്കെ വളരെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മനസ്സിലാവുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാനാണ് ഈ ചതുർവിധത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം വയറിലും ആരുണ്ട്? സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട്? ഭഗവാനുണ്ട്. എല്ലാവരുടെയും മനസ്സിൻ്റെയും പിന്നിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട്? കണ്ണിൻ്റെ പിന്നിൽ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ആരുണ്ട്? പല്ലിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞില്ല. അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ മുഴുവൻ ഭഗവാനുണ്ട്. ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം, ഈ ശരീരത്തെ നിലനിർത്തുന്നവൻ ഭഗവാന്. ഇതാണ് ഭാഗവതം കേട്ട് നമ്മുടെ മനസ്സിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവേണ്ടത്. വീണ്ടും നിങ്ങൾ ഈ ഭാഗവതമൊക്കെ കേട്ടിട്ട് ചോദിക്കരുത്, ഇനിയിപ്പോൾ ഞാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കണോ ശിവനെ ആരാധിക്കണോ എന്ന്. നോക്കൂ, ആ ചിന്തകളൊക്കെ നമ്മൾ ഉയർത്തു. നിങ്ങൾ സുബ്രഹ്മണ്യൻ്റെ രൂപം കണ്ടാലും ശരി, ശിവൻ്റെ രൂപം കണ്ടാലും ശരി, അയ്യപ്പൻ്റെ രൂപം കണ്ടാലും ശരി, രൂപത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴും ഉടനെ ഉറപ്പിക്കണം, ആ രൂപത്തെ നിലനിർത്തുന്ന തത്വം തന്നെയാണ് ഈ രൂപത്തെ, ഈ മനസ്സിനെ നിലനിർത്തുന്നത്. അതിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന ഒരു ബോധം, പ്രതിബോധ വിദിതം മതം, ഓരോ ചിന്തയുടെയും പിന്നിലുള്ള ആ തത്വത്തെ നമ്മൾ ദൃഢമായി ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞത് മനസ്സിലാവും. അതുകൊണ്ട് യോ അനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലം അനാമരൂപോ ഭഗവാനന്ദാം നാമാനി രൂപാണി ച ജന്മകർമ്മഭിർ ഭേദേമ സമഖ്യം പരമപ്രസീദതു. യോ അനുഗ്രഹാർത്ഥം, ഈ പരമമായ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ. അനാമരൂപോ, നാമവുമില്ല രൂപവുമില്ലാത്ത
അനന്തനായിരിക്കുന്ന ഭഗവാൻ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. നാമാനി രൂപാണി ജന്മകർമ്മഭി ഭേജേ സമഖ്യം. നാമവും രൂപവും എടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങളൊക്കെ നാമരൂപങ്ങളില്ലാത്ത തന്നിലേക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്താനാണ്. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട്, ഭഗവാനെ നമ്മൾ ഹിന്ദുക്കൾ കണ്ടത് വളരെ തെറ്റായ രീതിയിലാണ്. തെറ്റായ രീതി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളായിട്ടാണ് കണ്ടത്. പക്ഷേ ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനല്ല വന്നിരിക്കുന്നത്. ഭഗവാൻ ഒരു ഗുരുവായി, ഉപാസനാമൂർത്തി, ആ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ആ രൂപത്തിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് നിങ്ങളിലും ഇരിക്കുന്നത്, അത് തന്നെയാണ് ഞാനെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ഉയർത്താൻ വന്നിരിക്കുന്ന അവതാര രൂപമാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണേണ്ടത് ഗുരുവായി കാണണം, ഉപാസനാമൂർത്തിയായി കാണണം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം. ഭഗവാൻ അവതരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അതായത് ഭഗവാൻ അവതരിക്കുക, ഭാരതത്തിൽ അനവധി അവതാരങ്ങളുണ്ട്. മറ്റ് മതത്തിലേക്ക് നോക്കിയാൽ അത്ര അവതാരങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് മത്സ്യമുണ്ട്, കൂർമ്മണ്ട്, വരാഹുണ്ട്, എത്രയോ അവതാരങ്ങളുണ്ട്, ഇപ്പോഴും അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാഗവതത്തിന് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും അവതാരങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ അക്ബറും ബീർബലും തമ്മിൽ ചർച്ച നടന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അക്ബർ ചോദിക്കുകയാണ് അത്ര ബീർബലിനോട്, നോക്കൂ, സർവത്ര നിറഞ്ഞിരിക്കുന്ന അനന്തശക്തിയുള്ള ഒരു ഈശ്വരനെ നിങ്ങൾ ഒരു മനുഷ്യരൂപത്തിലൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിങ്ങൾ താഴോട്ട് കൊണ്ടുവരികയല്ലേ? അല്ലെങ്കിൽ ആ ഭഗവാന്റെ മഹിമ നിങ്ങൾ കുറയ്ക്കല്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ രൂപത്തിനും അതീതനല്ലേ? പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഭഗവാനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്? ഉടനെ ബീർബൽ അതിന് മറുപടി പറഞ്ഞില്ല എന്നാണ്, ഉത്തരവൊന്നും പെട്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസം ബീർബൽ അക്ബറേയും കൊണ്ട് ഗംഗയുടെ തീരത്ത് പോയിന്നാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോണി കാണിച്ചു കൊടുത്തു. ഗംഗയിൽ ആരോ കൊണ്ടുപോകുന്നൊരു തോണി. അതിൽ നോക്കിയപ്പോൾ ഒരു പെണ്ണ്, ആ പെണ്ണിൻ്റെ കയ്യിലൊരു കുട്ടി. അപ്പം അന്ന് അക്ബറുടെ കുട്ടിയും ഏറെക്കുറെ ചെറിയ കുട്ടിയാണ്. അപ്പം ബീർബലിനോട് ചോദിച്ചു, ആരാ ബീർബലെ അത്? ഉടനെ പറഞ്ഞു, അങ്ങ മനസ്സിലാക്കുന്നില്ലേ, കാണുന്നില്ലേ, ഇത് അവിടുത്തെ തോഴിയാണ്, കൊട്ടാരത്തിലെ തോഴിയാണ്, അവളുടെ കയ്യിലിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞാണ്. എന്തിനാ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇവിടെ വന്നിരിക്കുന്നത്? അവൾ കുട്ടിക്ക് ഈ ഗംഗയിലെ ആ തോണിയിലുള്ള യാത്ര ആസ്വദിപ്പിക്കുകയാണ്, പാട്ട് പാടിക്കൊണ്ട്. എന്തൊഴുക്കുള്ള ഗംഗയിലാണ് അവൾ ഈ കുട്ടിയെ കൊണ്ട് വന്നിരിക്കുന്നത്, എന്ത് ധൈര്യം, ആര് പറഞ്ഞു അവളോട് കുട്ടിയെ കൊണ്ടുവരാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തോണി ഒന്ന് സ്ലിപ്പായതും കയ്യിൽ നിന്ന് കുട്ടി വീണു. അക്ബർക്ക് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം തൻ്റെ രാജകീയ നിലവാരമൊക്കെ മറന്ന് നേരെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ചാടിയെന്നാണ്. വെള്ളത്തിലേക്ക് ചാടി നീന്താൻ നേരത്ത് ബീർബൽ പിടിച്ചു വെച്ചു. നീന്തണ്ട മഹാരാജൻ, എൻ്റെ കുട്ടി നെഞ്ചത്തടിക്കാൻ തുടങ്ങി. പറഞ്ഞു, ഇങ്ങോട്ട് കയറിക്കോളൂ. അത് അങ്ങയുടെ കുട്ടിയല്ല, പിന്നെ അതൊരു പാവക്കുട്ടിയാണ്. പിന്നെ താൻ എന്തിനാ എന്നെ വെള്ളത്തിലേക്ക് ചാടിച്ചതും എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്? അങ്ങ് ചക്രവർത്തി, അങ്ങ് മഹാൻ, അത്രയോ ശ്രേഷ്ഠൻ, അങ്ങനെയുള്ള ഒരാൾക്ക് തൻ്റെ കുട്ടിക്ക് വേണ്ടി വെള്ളത്തിലേക്ക് ചാടാന്നുണ്ടെങ്കിൽ, തൻ്റെ ചക്രവർത്തി പദം മറന്നുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടാന്നുണ്ടെങ്കിൽ, സർവജ്ഞനായ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന് തൻ്റെ ഭക്തന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏത് രൂപം എടുത്തൂടെ ചക്രവർത്തി? പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്നാണ്. അപ്പം ഭഗവാന് തൻ്റെ ഭക്തനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഏത് രൂപത്തെയും എടുക്കാൻ സാധിക്കും. ഒരു രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് കാളി രൂപത്തിൽ ഭഗവാൻ വരാം, അതേ കാളി രൂപത്തിലിരുന്ന ഭഗവാൻ തോത്താപ്പരി എന്ന് പറയുന്ന ഗുരുവിൻ്റെ രൂപത്തിൽ വരാം, ഏത് രൂപത്തിലും വരാം. നിങ്ങൾ വിചാരിക്കരുത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശംഖചക്ര കഥാരൂപമാണ്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗണപതിയാണ്, അങ്ങനെയൊന്നുമല്ല. ഭഗവാൻ ഏത് രൂപം ധരിക്കാൻ പറ്റുന്നവനും ഏത് രൂപം ധരിക്കാൻ സാധിക്കുന്നവനുമാണ് ഭഗവാൻ എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ദുഷ്കൃതികളിൽ നിന്നും ഉയർത്താൻ ആര് നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നുണ്ടോ അവരൊക്കെ നമ്മുടെ മുന്നിൽ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് 24 ഗുരുക്കന്മാരെ പറയുമ്പം ഒരു വേശ്യയെപ്പോലും ഒരു പുഴുവിനെപ്പോലും ഗുരുവാക്കി സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. അപ്രകാരം ഭഗവാൻ പ്രകടമാവുന്നു. എന്നിട്ടോ യപ്രാകൃതേ ജ്ഞാനപതേ ജനാനം യഥാശയം ദേഹഗതോ വിഭാതി യഥാനില പാർത്ഥിവമാശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുതന്മനോരഥം.
പറയണു ഭഗവാൻ പ്രാകൃതജ്ഞാന പഥൈജനാനം, അവിവേകത്തിൽ ജീവിക്കുന്ന ആളുകൾ, പ്രാകൃതി ജ്ഞാനപഥൈ. പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ പ്രാകൃതം എന്ന് പറയുന്നത് വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുന്നവരെയാണത്രേ പ്രാകൃത ഭക്തി എന്ന് ഭാഗവതത്തിൽ പറയുന്നത്. ഏകാദശം വരുമ്പോൾ കാണാൻ നിങ്ങൾക്ക് 3 തരം ഭക്തന്മാരെ കുറിച്ച് പറയും. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ. പ്രാകൃത ഭക്തനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: അർച്ചായാമേവ ഹരേ പൂജാം യശ്രദ്ധയേ ഹതേ ന തൽഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അവൻ പ്രാകൃത ഭക്തനാണ്. അർച്ചായാം ഹരേ, അർച്ചിക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ പൂജിക്കുക. അപ്പൊ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കണ്ട് ആരാധിക്കുന്ന അത്തരത്തിലുള്ള ഭക്തിയുള്ളവരാണ് പ്രാകൃതർ. അങ്ങനെയുള്ള പ്രാകൃത ജ്ഞാനപതൈ ജനാനം, അങ്ങനെയുള്ള ആളുകളെ ഭഗവാൻ ദേഹമെടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവരെ ഉയർത്തുന്നു. സ ഈശ്വരോമേ, അങ്ങനെ അവതരിക്കുന്ന ഭഗവാൻ എൻ്റെ മനോരഥം സഫലമാകട്ടെ. ഭഗവാൻ എപ്രകാരമാണ് വരുന്നത്? യഥാ അനില പാർത്ഥിവമാശ്രിതോ ഗുണം, എപ്രകാരമാണോ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ചെടികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സുഗന്ധമുണ്ടല്ലോ, അത് കാറ്റെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വികാരങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മളെ ഉയർത്താനാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം സ്തുതിച്ചതും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഭഗവാൻ ആവിരാസിൽ കുരുശ്രേഷ്ഠ ഭഗവാൻ ഭക്തവത്സല, ഭഗവാൻ അവിടെ പ്രകടമായി എന്നാണ്. ഭഗവാൻ എങ്ങനെ പ്രകടമാകുന്നത്? കൃതപാദ സുവർണാസേ പ്രലംബാഷ്ടമഹാഭുജ ശങ്കാസി ജന്മേഷു തനുപാശഗദാധര പീതവാസാഘനശ്യാമ പ്രസന്നവദനേക്ഷണ വനമാലീതാംഗോ ലസശ്രീ വത്സകൗസ്തുഭം. അപ്പൊ ഭാഗവതത്തിൽ എപ്പോഴൊക്കെ ഭഗവാൻ പ്രകടമാവുന്നോ അപ്പോഴൊക്കെ ഭഗവാൻ പ്രകടമാവുന്നത് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിതം കരുണാസമുദ്രം എന്ന് പറയുന്ന ഭഗവാന്റെ ആ പീതാംബരവും ശംഖചക്ര കഥാരൂപത്തെയാണ് വർണ്ണിക്കാറ്. അതായത് ഭഗവാൻ ശംഖചക്ര കഥാരൂപത്തിൽ പ്രകടമായി എന്ന്. ആ രൂപത്തെ കണ്ടതും നനാമദണ്ഡവൽ ഭൂമോ പ്രകഷ്ടാത്മാ പ്രജാപതി, ആ ദക്ഷൻ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച പ്രാജേത സമഹാഭാഗ സംസിദ്ധി തപസാ ഭവൻ യശ്രദ്ധയാ മൽപരയാ മയി ഭാവം പരം ഗതാ. അങ്ങ് മഹാഭാഗ്യവാനാണ്. അങ്ങ് എന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തപസ്സുകൾ ചെയ്തു. അതിൽ ഞാൻ വളരെ പ്രീതനായി ശ്രദ്ധയോടുകൂടി തപസ് ചെയ്ത അങ്ങയ്ക്ക് ഞാൻ എൻ്റെ മഹത്വം മനസ്സിലാക്കി തരാം. ഭഗവാൻ പറയുന്നു, പ്രീതോഹം തേ പ്രജാനാഥ യത്തേസ്യോൽബ്രഹണം തപ മമേഷകാമോ ഭൂതാനം യദ്ഭൂതാസോ വിഭൂതയാം. അങ്ങയുടെ തപസ് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങയിലൂടെ ഞാൻ പ്രജകളെ വർദ്ധിപ്പിച്ചു തരാം. അതുകൊണ്ട് ആദ്യം അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കൂ, എവിടെ നിന്നാണ് ഇതൊക്കെ വന്നിരിക്കുന്നതെന്ന്. കാരണം പ്രജാസൃഷ്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ, കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് മറന്ന് എന്തൊക്കെയാണ് ഉണ്ടായതെന്നതിലേക്ക് മനസ്സങ്ങോട്ട് ചേർന്ന് വ്യാപരിച്ച് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ഉറവിടം മറക്കും. അതിൽ നിന്ന് വന്നതൊക്കെ നമ്മൾ തൻ്റേതെന്ന് കരുതി അതിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സൃഷ്ടിയിലേക്ക് ഇറങ്ങാൻ. ഏത് മനസ്സിലാക്കണം? എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഭഗവാൻ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. 47-ാമത്തെ ശ്ലോകം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണേ. അഹമേവാസമേവാഗ്രേ നാന്യത് കിഞ്ചാന്തരം ബഹി സംജ്ഞാനമാത്രമാവ്യക്തം പ്രസുപ്തിമിവ വിശ്വദ മയി അനന്തഗുണേനന്ധേ ഗുണദോ ഗുണവിഗ്രഹാം യഥാസി തഥയേവാദ്യ സ്വയംഭൂ സമഭൂത് അജാം. ഇതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അഹം ഏവ ആസമഗ്രേ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ചതുശ്ലോകി ഭാഗവതത്തിലെ ആ മന്ത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ ഭാഗവതം പഠിക്കുമ്പോഴല്ലോ, ഭാഗവതത്തിൽ എല്ലായിടത്തും പറയുന്നത് ഒരേ കാര്യമാണ്. എല്ലാ ഭഗവാനും പറയാനുള്ളത് ഇതാണ്. ഞാൻ രക്ഷിക്കുന്നല്ല ഭഗവാൻ പറയുന്നത്. നമ്മളെല്ലാവരും വന്നത്, ഈവൻ ഭഗവാനും അവതരിച്ച ഭഗവാനും ഇത് കേൾക്കുന്ന നമ്മളും പഠിക്കുന്ന നമ്മളും വന്നിരിക്കുന്നത് ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ്. അഹം ഏവ ആസം അഗ്രേ. ആരംഭത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിഞ്ച അന്തരം ബഹി. അന്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഉള്ളിലുള്ള മനസ്സ്. ബഹി എന്ന് പറഞ്ഞാൽ ശരീരം.
അപ്പം ശരീരവും മനസ്സും ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടോ സജ്ഞാനമാത്രം അവ്യക്തം, അവ്യക്തമായി ജ്ഞാനസ്വരൂപനായി ഇരുന്ന എന്നിൽ നിന്നാണ് പ്രസുപ്തം ഇവ നിശ്യത, ഉറങ്ങിക്കിടന്ന് ഇതെല്ലാം വികസിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഈ മനസ്സും ശരീരമൊക്കെ എവിടെ ഉറങ്ങിക്കിടന്നിരുന്നു? എവിടെ ഉറങ്ങിക്കിടന്നിരുന്നു? എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്നു. പിന്നീട് അത് എന്നിൽ നിന്നും വികസിച്ച് എന്നിൽ നിലനിന്ന് വീണ്ടും എന്നിലേക്കാണ് തിരിച്ചു വരേണ്ടത്. പക്ഷേ എന്നിൽ നിന്നാണ് വന്നതെന്ന ബോധം മറന്നാൽ ഈ മനസ്സ് ഉണ്ടായതിലൊക്കെ പോയി ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പം ആരെ മറക്കും? ഭഗവാനെ മറക്കും. അങ്ങനെ നമ്മുടെ മനസ്സെന്ത് ചെയ്തു? എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് മറന്നുപോയി. ഇനി നമ്മൾ തിരിച്ച് ബോധ്യപ്പെടുത്തണം മനസ്സിനെ. നീ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിൽക്കുന്നതും ഭഗവാനുള്ളത് കൊണ്ടാണ്, നിനക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് മയി അനന്തഗുണേ അനന്തേ ഗുണദോ ഗുണവിഗ്രഹ യഥാസീൽ തദയേവാദ്യ സ്വയംഭൂ സമഭൂതജ. അനന്തഗുണമുള്ള ആദിയും അന്തവുമില്ലാത്ത എന്നിൽ നിന്ന് അനന്തേ ഗുണദോ, അനന്തമായിരിക്കുന്ന ഗുണങ്ങളുള്ള ഗുണവിഗ്രഹ, ഈ ചിന്തകളാകുന്ന മനസ്സ് പൊങ്ങി വന്നു. യഥാസി തത് ഏവാദ്യ, പിന്നീട് അത് തന്നെ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ചിന്തകളായി, അതായത് സൃഷ്ടിസ്ഥിതി കാര്യങ്ങളൊക്കെ ഇതങ്ങ് വികസിച്ചു. അപ്പോൾ എന്നിൽ നിന്നാണ് ഇതൊക്കെ വികസിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സവൈയതാ മഹാദേവോ മമ വീര്യോപബൃംഹിത മേനേ ഖിലമിവാത്മാനം ഉദ്യത സർഗകർമ്മണി. എല്ലാ സർഗങ്ങളും, അതായത് സൃഷ്ടികളും രൂപങ്ങളും ഇവിടെ വികസിച്ചിരിക്കുന്നതൊക്കെ എന്നിൽ നിന്നാണ് ഇതെല്ലാം വികസിച്ചു വന്നതെന്ന് ഒരിക്കലും മറന്നു പോവരുതേ ദക്ഷ. അപ്പം അങ്ങ് എന്തെല്ലാം വിസ്തൃതിയുള്ള സൃഷ്ടികർമ്മങ്ങൾ ചെയ്താലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ ഉള്ളത്? ഭഗവാനാണുള്ളത്, ഭഗവാനാണുള്ളത്. ഇതൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത്? കാരണം സൃഷ്ടി വർദ്ധിക്കും തോറും, ഇത് വിപുലമാവും തോറും നമുക്കുണ്ടല്ലോ ഭയം, ദുഃഖം, അസ്വസ്ഥതകൾ കൂടി വരും. ഇന്ന് നോക്കുള്ളൂ, ലോകത്തിൽ നിങ്ങൾ കൂടുതൽ വിഭവങ്ങൾ കൂടുന്തോറും കൂടുതൽ അസ്വസ്ഥതകളാണ്. കാരണം കൂടുതൽ ഇത് പ്രൊസസ് ചെയ്യണം, കൂടുതൽ എൻ്റേതാക്കി മാറ്റണം. അതിൻ്റെ പിന്നിലുള്ള ഓട്ടമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടെങ്കിലും നാളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഇതാണ് സമ്പത്തെന്ന് നമ്മൾ കരുതുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം, നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ദുഃഖം, നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ഭയം, ഇത്തരത്തിലുള്ള ദുർബല വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പം നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് പോകുന്നു? ഏതിലേക്ക് പോകണു? സൃഷ്ടിയിലേക്ക് പോകുന്നു. ഏതിലേക്ക് വരണം? ഈ സൃഷ്ടിയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്, ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാനുള്ളത് കൊണ്ട് അതിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഇനി അങ്ങ് സൃഷ്ടി ചെയ്തോളൂ. ഇതേ കാര്യം തന്നെയാണ് കൃഷ്ണാവതാരം വരുമ്പോൾ ദേവകീദേവിയോടും വസുദേവരോടും പറയുന്നത്. നിങ്ങൾ പുത്രഭാവത്തിൽ എന്നെ സ്നേഹിക്കുമ്പോഴും ബ്രഹ്മഭാവത്തിൽ ചിന്തിക്കാൻ മറക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ബ്രഹ്മഭാവത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതെന്ന് ഭഗവാൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങെന്ത് ചെയ്യണം? അസിഗ്നി നാമ, അസിഗ്നി എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് അങ്ങ് ഈ പരമ്പരകളൊക്കെ വർദ്ധിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു എന്നാണ്. ഇപ്രകാരം ആ അധ്യായം കഴിഞ്ഞു. പിന്നീട് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയിൽ, അതായത് നേരത്തെ അസിഗ്നി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ദക്ഷൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവാൻ തുടങ്ങി. അവരെ ഹര്യശ്വന്മാരെന്ന് പറഞ്ഞു. അവരൊക്കെ ആണെങ്കിലോ ദക്ഷൻ നേരത്തെ ഒരു ആത്മീയ സംസ്കാരമുള്ള ആളായതുകൊണ്ട് ഇവരൊക്കെ തത്ര നാരായണ സരസ്തീർത്ഥം സിന്ധു സമുദ്രയോ സംഗമോ യത്ര സുമഹൻ മുനി സിദ്ധനിഷേവിധം. ഇവരൊക്കെ നാരായണ തീർത്ഥത്തിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി ദക്ഷൻ പറഞ്ഞയച്ചു. അങ്ങനെ അവരൊക്കെ അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ തിരിച്ചു വരാറായി, തപസ്സൊക്കെ കഴിഞ്ഞിട്ട്. ആ സമയത്ത് അവിടെ നാരദ മഹർഷി എത്തിച്ചേർന്നു. അപ്പം നാരദർ ഈ കുട്ടികളോടൊരു സംവാദം ചെയ്യണം. വളരെ രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. കുറേ ചോദ്യങ്ങൾ നാരദർ ചോദിക്കുകയാണ്. ഉവാച ചാത ഹജ്യശ്വ കഥം സൃക്ഷത വൈ പ്രജ അദൃഷ്ടാന്തം ഭുവോ യൂയം ബാലിശാഭത പാലക തദൈക പുരുഷം രാഷ്ട്രം ബിലം ചാദൃഷ്ട നിർഗമം ബഹുരൂപാം ശ്രിയം ചാപി പുമാംസം പുംശലീപതിം നദീമുഭയോവാഹം
പഞ്ചപഞ്ചാത്ഭുതം ഗൃഹം ക്വചിത് ഹംസം ചിത്രകഥം ക്ഷൗരഭവ്യം സ്വയം ഭ്രമിം കഥം സ്വപിതുരാദേശം അവിദ്വാംസോ വിപശ്ചിത അനുരൂപമവിജ്ഞായ അഹോ സർഗം കരിഷ്യത. ഇതൊക്കെ അറിയാതെ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു തരുമെന്ന്. ഏതൊക്കെയാണ് ചോദ്യം? അദൃഷ്ടാന്തം ഭുവം. ഭുവോ, ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദൃഷ്ടാന്തം ഭുവോ, ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ചോദ്യമല്ലേ? ആരെങ്കിലും ഇങ്ങനത്തെ ഒരു വെഡിത്തം ചോദ്യം ചോദിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം. അദൃഷ്ടാന്തം ഭുവോ, ഭൂമിയുടെ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ചോദിക്കുകയാണ്, ഏകപുരുഷം രാഷ്ട്രം, ഒരാൾ മാത്രമുള്ളൊരു രാജ്യം, അതിന് രാജ്യം ഉണ്ടാവുമോ? ഒരാൾ മാത്രമുള്ളൊരു രാജ്യം. ബിലം ച അദൃഷ്ട നിർഗമം, ഒരിക്കൽ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോയാൽ, വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വീട് ഏതാണ്? പുറത്ത് കടന്നാൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. പുറത്ത് കടന്നാൽ അകത്തേക്ക് വരാൻ പറ്റാത്ത വീട്. നദീം ഉഭയതോ വാഹം, മുകളിലേക്കും താഴേക്കും ഒഴുകുന്ന നദി ഏതാണ്? വല്ലതൊക്കെ കയറുണ്ടോ? വിഷമിക്കേണ്ട, ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. പഞ്ചാപഞ്ചാത്ഭുതം ഗൃഹം 5x5 എത്രയാ? 25. 25 സാധനങ്ങൾ ചേർന്നൊരു ഗൃഹം. ക്വചിത് ഹംസം, ഒരു ഹംസത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ചിത്രകഥം, അതിൻ്റെ കഥകൾ വല്ലതും അറിയോ? ക്ഷൗരഭവ്യം സ്വയം ഭ്രമിം, വളരെ കൂർത്തതും ബീഭത്സവുമായിട്ടുള്ള ചുറ്റിക്കറങ്ങുന്ന ഒരു ചക്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വല്ലതും അറിയോ? അതൊക്കെ നിങ്ങളോടല്ല, അവരോട്. ഇതൊന്നും അറിയാതെ നിങ്ങൾ എന്ത് സൃഷ്ടിയാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഭൂമിയുടെ അറ്റം കണ്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ മാത്രം താമസിക്കുന്ന രാജ്യം ഏതാണ്? ഒരിക്കൽ പുറത്ത് കടന്നാൽ അകത്ത് കയറാൻ പറ്റാത്തത്. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ചില വിഷമങ്ങൾ, അത്ര ബുദ്ധിയില്ലെങ്കിൽ വളരെ പ്രയാസം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾ? അതിനുള്ള ഉത്തരം അവർ പറയാണ്. ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്താം. തന്നിശമ്യാദഹര്യസ്യ ഔൽപത്തികമനീഷയ വാചകൂടം തുദേവർഷേ സ്വയം വിമർശരുദ്ധിയ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ വിമർശിച്ചുകൊണ്ട്, വിവേചനം ചെയ്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്ന് അങ്ങൊന്ന് പറഞ്ഞു തന്നാലൊന്ന്. ആദ്യം പറയുന്നു, ഭൂക്ഷേത്രം ജീവസപ്നം. ഭൂ എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭൂമി എന്ന് പറഞ്ഞോളണം, പറഞ്ഞു തന്നാലൊന്ന്. ആദ്യം പറയുന്നു, ഭൂക്ഷേത്രം ജീവസപ്നം. ഭൂ എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഭൂമി എന്ന് പറഞ്ഞോളണം. ജീവസപ്നം, ജീവനോട് കൂടിച്ചേർന്നിരിക്കുന്ന മനസ്സിനെയാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂമിയുടെ അറ്റം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇത് അനാദിനിജബന്ധനം അദൃഷ്ടാതസ്യ നിർവാണം കിമതസ് കർമ്മബിൽ ഭവീത്. ഈ മനസ്സിന് ആദിയുമില്ല അന്തവുമില്ല. അതെന്തുകൊണ്ടില്ല? ആദിയും അന്തവുമില്ലാത്ത ഭഗവാനിൽ നിന്നാണ് മനസ്സ് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറ്റവും അതിനില്ല. അപ്പം നോക്കൂ, മനസ്സിനെയാണ് ഇവിടെ ഭൂമിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, വരാഹാവതാര സമയത്ത് ഭൂമിയെ വരാഹമുയർത്തി എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു അവിടെ ഭൂമി എന്ന് പറയുന്നതിനർത്ഥം മനസ്സെന്ന് അർത്ഥം എടുക്കണമെന്ന്. നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ മനസ്സിനെയാണ് ഭൂമിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാരദമാഷേ ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി അങ്ങ് ചോദിച്ചു, ഏകപുരുഷം രാഷ്ട്രം അതാരാണ്? ഏക ഏവേശ്വരത്തുല്യോ ഭഗവാൻ സ്വ ആശ്രയപര. ആരാണത്? ഈ ശരീരമാകുന്ന രാഷ്ട്രത്തിൽ ഒരേ ഒരു പുരുഷൻ ആര് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൽ ഒരു പുരുഷൻ മാത്രമുള്ള രാഷ്ട്രം എന്ന് പറയുന്നത് ഈ ശരീരത്തെ രാഷ്ട്രമായിട്ടും ഈ ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ ആ രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുരുഷനായിട്ടും പറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? ഇത്ര വ്യക്തമാണ്. ബിലം ചാദൃഷ്ട നിർഗമം, ഒരിക്കൽ പുറത്തായാൽ പിന്നെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഏതാണത്? ഈ ശരീരമാകുന്ന രാഷ്ട്രത്തിൽ നിന്ന് ഒരിക്കൽ ജീവൻ പോയാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല, നോ എൻട്രി. ചില റോഡുകളൊക്കെ പോലെയാണ്, അങ്ങോട്ട് പോകാൻ പറ്റും, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നോ എൻട്രി പാസ്. ഇനി വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഒരിക്കൽ നമ്മുടെ മനസ്സ്
ഭഗവാനിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനൊരിക്കലും പുനരാവർത്തിയില്ല. ഭഗവാൻ ഗീതയിൽ പറയും, യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഒരിക്കൽ എൻ്റെ ധാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരേണ്ടതില്ല എന്ന് പറയാം. അപ്രകാരം പുമാൻ ന ഏവേദി യദ്ഗത്വാ ബിലസ്വർഗം യദോ ഗതാ പ്രത്യഗ്ധാമാവിദൈഹ കിമസൽ കർമ്മഭിർഭവേൽ. ഇതാണ് അതിനർത്ഥം. പിന്നെ പറഞ്ഞു അടുത്തത്, ബഹുരൂപാം സ്ത്രീയം. പല വേഷം കെട്ടുന്ന പെണ്ണാരാണ്? ആരായിരിക്കും ഈ പല വേഷം കെട്ടുന്ന പെണ്ണ്? ഇവിടെ പെണ്ണായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെയാണ്. അതെങ്ങനെ പല വേഷം കെട്ടുന്ന പെണ്ണായിട്ട് പറഞ്ഞിരിക്കുന്നത്? നാനാരൂപ ആത്മനോ ബുദ്ധി. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സ് നർത്തെടുക്കണം. സ്വൈരിണീ വാ ഗുണന്വിത. അതെങ്ങനെയാണ് മനസ്സിന് പല വേഷം കെട്ടാൻ പറ്റുന്നത്? അതല്ലേ മനസ്സിൻ്റെ പ്രത്യേകത. മനസ്സ് രാവിലെ തന്നെ വീട്ടിൽ ആരോടെങ്കിലും ബഹളം വെച്ചിരിക്കുന്ന സമയം വിചാരിക്കുക, അപ്പം നല്ല ക്രോധത്തിൻ്റെ വേഷം കെട്ടിയിരിക്കുകയാണ്. ആ സമയത്താണ് അടുത്ത വീട്ടിലെ, പറയുമ്പോഴേക്കും നിങ്ങൾ ചിരിക്കണു, വേഷം മാറാൻ പറ്റുന്നുള്ള ഉറപ്പല്ലേ നിങ്ങൾക്ക്? ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു, അപ്പം വീട്ടിലുള്ളവരോട് ഉണ്ടാക്കിയ ആ കാണിച്ച ദേഷ്യം കാണിക്കുമോ? അത് നമ്മൾ മറച്ചു വെച്ചു. പിന്നെ ഇനി അവർ വല്ല വിഷമ വാർത്തകൾ അറിയിക്കുമ്പോഴോ? അവരെ കാണുമ്പോൾ സന്തോഷമായിരുന്നു, ഇവിടെ ക്രോധമാണ്. അവർക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചതിൻ്റെ വിവരം അറിയിക്കാൻ വിഷമറിയോ? നവരസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സ്. എപ്പോൾ വേണമെങ്കിലും ഏത് വേഷം വേണമെങ്കിലും കെട്ടാൻ പറ്റും. അതുകൊണ്ടല്ലേ ചിലർ പറയാറ് ഇതൊക്കെ ഒരു വേഷം കെട്ടാണ് കേട്ടോ എന്ന്. ഇത് സത്യമല്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പല വേഷങ്ങളും കെട്ടാൻ സാധിക്കുന്ന ഒന്നാണ് മനുഷ്യ മനസ്സ്. നാനാരൂപാത്മനോ. പിന്നെ അടുത്ത ചോദ്യമോ, പെണ്ണിനടിമപ്പെട്ട ഭർത്താവോ? അത് വിഷമല്ലേ സ്വാമി? പെണ്ണിനടിമപ്പെട്ട ഭർത്താവോ? അതാരാണ്? പെണ്ണിനടിമപ്പെട്ട ഭർത്താവ് എന്ന് പറയുന്നത് ഈ മനസ്സിനടിമപ്പെട്ട ജീവനെയാണ്, ശരീരത്തെയല്ല. ഈ മനസ്സിനടിമപ്പെട്ട ജീവനെ തന്നെയാണ്. അതായത് വിവേകം എന്നർത്ഥം. എപ്പോ മനസ്സിൻ്റെ അവിവേകത്തിലേക്ക് വിവേകമാകുന്ന ബുദ്ധി, അതാണ് ജീവാത്മാവ് നമ്മൾ പറയുന്നത്. ആ ജീവൻ അതിലേക്ക് അടിമപ്പെട്ടു, അപ്പോൾ വിവേകം നഷ്ടപ്പെട്ട് അവിവേകത്തിൽ ജീവിക്കുന്നു. അപ്പം വിവേകമുള്ള ബുദ്ധി വിവേകത്തെ മറന്ന് അവിവേകത്തിൽ ജീവിക്കുന്നതിനെയാണ് പെണ്ണിനടിമപ്പെട്ട ഭർത്താവായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം വിവേകമാകുന്ന ബുദ്ധി അത് നമ്മളിവിടെ പറയുമ്പം ജീവാത്മാവ്, അത് മനസ്സിനോട് ചേരുമ്പോൾ അതിൻ്റെ വിവേകം മറഞ്ഞു പോയിട്ട് നമ്മൾ അവിവേകങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു പറയാണ്. അപ്പോൾ ചില ദുർബല നിമിഷങ്ങളിൽ ഓരോന്ന് ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷമാണ് വിവേകം പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും കാണരുത്, അങ്ങനെയൊന്നും പോവരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? അവിടെയാണ് പെണ്ണിനടിമപ്പെട്ടിരിക്കുന്ന പുരുഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നീടോ ഈ പെണ്ണിനടിമപ്പെട്ട പുരുഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു തമാശയും കൂടി ഒന്നും കൂടി പറയാം. ഒരു രാജ്യത്ത് രാജാവിന് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം വെച്ചാൽ 3 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ പറയുന്നത് നേരെ വിപരീതം മറ്റേ ഭാര്യയാണെങ്കിൽ അതിലും വിപരീതം. രാജാവിന് ഒരു കാര്യം തീരുമാനിക്കാൻ ഇവർ സമ്മതിക്കില്ല. അവസാനം രാജാവിനെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ വന്നപ്പോൾ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി ഈ ഭരണം കൊണ്ട് ഞാൻ തോറ്റു. ഈ ഭാര്യമാരുടെ ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധ വയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും തീരുമാനിക്കുമ്പോഴേക്കും അപ്പോഴും അവൾ വന്നിട്ട് പറയും അത് എടുക്കണ്ടെന്ന്. മന്ത്രി എന്താ ഇതിനൊരു പരിഹാരം എന്ന്? മന്ത്രി പറഞ്ഞു എൻ്റെയും ഗതി അത് തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാ മന്ത്രിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു പോംവഴി പറഞ്ഞുതരൂ, നമുക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുത്തിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഗതി അങ്ങനെ തന്നെയാണ്. രാജാവിന് വലിയ സങ്കടം തോന്നി. അപ്പോൾ രാജാവ് ഒരു വിളംബരം ചെയ്തു, മന്ത്രിയോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഭാര്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നവർ എത്ര പേരുണ്ടെന്നും ഭാര്യയെ നിയന്ത്രിക്കുന്നവർ എത്ര പേരുണ്ടെന്നും കണ്ടുപിടിക്കാൻ 2 ഹാളുകൾ തയ്യാറാക്കിക്കോളൂ. 1 ഭാര്യയുടെ നിയന്ത്രണത്തിൽ ഉള്ളവരുടെ ഹാളും 2 ഭാര്യയെ നിയന്ത്രിക്കുന്നവരുടെ ഹാളും. അങ്ങനെ ആ ദിവസം നിശ്ചയിച്ചു. ആളുകളൊക്കെ പല ദിക്കിൽ നിന്ന് വന്നു. രാജാവിൻ്റെ കൽപ്പനയാണല്ലോ. രാജാവും മന്ത്രിയും അങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പം ഭാര്യയുടെ നിയന്ത്രണത്തിലുള്ള ആളുകളുടെ ഹാൾ പാക്കടാ.
മന്ത്രിയോട് പറഞ്ഞു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുവല്ലോ മന്ത്രിന്ന്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മഹാരാജൻ. എന്താ അത്? മറ്റേ ഹാളിൽ ഒരു വിദ്വാൻ ഇരിക്കേണ്ടതെന്ന്. ആ ഒരു തുരുമ്പെങ്കിലും കിട്ടിയല്ലോ, നമ്മുടെ നാട്ടിൽ ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ എന്ന്. വളരെ സന്തോഷമായി രാജാവിന് ഉടനെ ബൊക്കയും മാലയൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കഴുത്തിലേക്ക് മാല ഇടുന്ന സമയത്ത് മഹാരാജൻ ഇതെന്തിനാണെന്ന് വെച്ചു. അവൻ പറഞ്ഞു, നീ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. കാരണം ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ നീ മാത്രമേ ഉള്ളൂ. ഉടനെ പറഞ്ഞു, രാജൻ അങ്ങേക്ക് കണക്ക് തെറ്റിയെന്ന്. അതെന്ത് പറ്റി? ഭാര്യ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് എന്ന്. ഭാര്യ പറഞ്ഞിരിക്കുകയാണ്, അപ്പുറത്തെ ഹാളിൽ വന്നെങ്ങാനും ഇരുന്ന് എൻ്റെ സ്വഭാവം മാറും, വീട്ടിലേക്ക് പിന്നെ തിരിച്ചു വരുമ്പം കാണിച്ചു തരാമെന്ന്. രാജാവ് ബോധം കെട്ട് വീണോന്നാണ്. ഇതുപോലെ ഭാര്യയ്ക്ക് അടിമപ്പെട്ട വിവേകബുദ്ധിയാണ് ഇവിടെ ഒരു പുരുഷനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? അങ്ങോട്ടും ഇങ്ങോട്ടും നദീം ഉഭയതോ വാഹം. അതേതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത്? സൃഷ്ട്യപ്യകരിം മായം വേലാകുലാന്തവേഗിതം മത്തസ്യ താമവിജ്ഞസ്യ കിമസിൽ കർമ്മബിർഭവേൽ. ഏതാണത്രേ? അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ജനന മരണത്തിൻ്റെ നദിയായിട്ട് പറയുകയാണ്, സുഖദുഃഖങ്ങളുടെ നദിയായിട്ട് പറയുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ രണ്ട് അനുഭവത്തിലാണ്. ശരീരം ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിന് മരണം എന്നൊരനുഭവം ഉണ്ടായേ പറ്റുള്ളൂ. സുഖം എന്നുള്ളൊരു മുകളിലേക്കുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ ദുഃഖം എന്നുള്ളൊരു താഴോട്ടുള്ളൊരു അനുഭവം വേണം. അപ്പം മുകളിലോട്ടും താഴോട്ടും ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ദ്വന്ദ്ങ്ങളുടെ നദിയാണ്. ഈ ശരീരമുള്ളിടത്തോളം കാലം ദ്വന്ദ്ങ്ങളായ, ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് ഓപ്പോസിറ്റ് എന്ന് പറയും. ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖം, ഒരു ജയമുണ്ടെങ്കിൽ ഒരു പരാജയം, ഒരു മാനമുണ്ടെങ്കിൽ ഒരു അപമാനം, ഒരു വിശപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുഃഖം, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം സുഖത്തിലൂടെയും ദുഃഖത്തിലൂടെയും ജനനത്തിലൂടെയും മരണത്തിലൂടെയും കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു നദിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞല്ലോ 5x5 ഗൃഹം. അതേതാണ്? പഞ്ചവിംശതി തത്വാനം പുരുഷോത്പദ ദർപ്പണം അധ്യാത്മബുദ്ധ്യസേഹ കിമതൽ കർമ്മബിർഭവേൽ. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? 5x5 25 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തെയാണ്. 5 പഞ്ചഭൂതം, 5 ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണൻ, എല്ലാം കൂടി എത്രയും 25. ഈ 25 ഘടകങ്ങൾ അടങ്ങുന്നത് ഈ ശരീരം തന്നെയാണ്. പിന്നെ ചോദിച്ചു, അടുത്തത് അങ്ങ് ചോദിച്ചല്ലോ, ക്വചിത് ഹംസം. ആരാണ് ഈ ഹംസം എന്ന് പറഞ്ഞല്ലോ? അതാരാണ്? ഐശ്വര്യം ശാസ്ത്രമുത്സൃജ്യ ബന്ധമോക്ഷാനുദർശനം വിവിക്തപദമജ്ഞായ കിമസൽ കർമ്മബിർഭവേൽ. ആരാണത്രേ ഹംസം? ഹംസത്തെ അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതായത് ബന്ധവും മോക്ഷവും നമുക്ക് ശാസ്ത്രത്തിലൂടെ പറഞ്ഞു തരുന്ന ഗുരുവാണത്രേ ഹംസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി തന്നെയാണ് ഇവിടെ ഗുരുവായിട്ട് നിൽക്കുന്നത്. ഹംസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന് പാലും വെള്ളവും വേർതിരിച്ചറിയാൻ സാധിക്കുന്നത് പോലെ നമുക്ക് ബന്ധത്തെയും മോക്ഷത്തെയും വേർതിരിച്ചറിയാൻ സാധിക്കണം. ബന്ധനം എന്ന് പറഞ്ഞാൽ ശരീരത്തോടുള്ള ചേർച്ചയെന്നും മോക്ഷം എന്ന് പറഞ്ഞാൽ ശരീരതലത്തിൽ നിന്നും മനസ്സ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിയുന്നതിനെ, ഭഗവാനിലേക്ക് ചേരുന്നതിനെ മോക്ഷം എന്നും പറയുന്നു. അപ്പൊ ബന്ധിക്കുന്നതും മനസ്സാണ്, മോചിപ്പിക്കുന്നതും മനസ്സ് തന്നെയാണ്. ഈ ബോധം നമ്മളിൽ ഉറക്കുകയാണെങ്കിൽ ആ ഉറപ്പിക്കുന്ന ഗുരുവിനെയാണ് ഹംസം എന്ന് പറയുന്നത്. വെള്ളമാകുന്ന ശരീരത്തെ മാറ്റി അതിൽ നിന്നും പാലിനെ നമുക്ക് അനുഭവിപ്പിച്ചു തരുന്ന ആ ഹംസം നമ്മുടെ അന്തരാത്മാവും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി തന്നെയാണ്. പിന്നീട് അങ്ങ് പറഞ്ഞല്ലോ നാരദരെ, വളരെ മൂർച്ചയുള്ള എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രം. അതേതാണ്? കാലചക്രം ഭ്രമിത്തീഷ്ണം സർവം നിഷ്കർഷയജ്ജകൾ സ്വതന്ത്രമു അബുധത്സേഹ കിമതൽ കർമ്മബിർഭവേൽ. ഈ ചക്രം എന്ന് പറയുന്നത് കാലചക്രം തന്നെയാണ്. കാലചക്രം ഓരോ നിമിഷവും നമ്മളെ വേദനിപ്പിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി അവസാനം ഏറ്റവും വേദനിപ്പിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തന്ന് കറക്കിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിനെയാണ് കാലചക്രമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളെ തപസ് ചെയ്യാൻ പറഞ്ഞയച്ചു.
എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി സൃഷ്ടി വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്, ഞങ്ങളുടെ മനസ്സിനെ ആരിലേക്ക് നയിക്കണം? ഇതിനും പരമൊരു ഭാഗ്യം എന്തുണ്ട്? അതിനാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിലേക്ക് എത്തണം എന്ന്. അപ്പം അതുപോലെ നമ്മളൊക്കെ ഉണ്ടല്ലോ, ജീവിതത്തിൽ ഇതൊരിക്കലും മറന്നു പോകരുത്. നമ്മൾ വന്നിരിക്കുന്നത് വീട് കെട്ടണം, കല്യാണം കഴിക്കണം, മക്കളെ നോക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്? എവിടെ നിന്നാണോ മനസ്സ് വന്നിരിക്കുന്നത് അവിടേക്ക് മനസ്സിനെ എത്തിക്കാനാണ്. നമ്മളത് നാളെ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ വലിയൊരു അവസരം നമുക്ക് നഷ്ടപ്പെടും. ഒരു ചെറുപ്പക്കാരനൊരു മോഹം, നല്ല വിദ്യാഭ്യാസമുള്ളൊരു പയ്യൻ ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. അതൊരു കർഷകൻ്റെ മകളെ കല്യാണം കഴിക്കണം, കൃഷി ചെയ്യുന്ന ഒരാളുടെ മകളെ. അന്വേഷിച്ച് ഒരു നല്ലൊരു കർഷകനെ കണ്ടെത്തി. അയാൾക്കാണെങ്കിൽ നല്ല സുന്ദരിയായിട്ടുള്ളൊരു മകളുമുണ്ട്. അപ്പോൾ കർഷകനോട് ചെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ച ആളാണ്, പക്ഷേ എനിക്ക് ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിക്കണം, അതും കർഷക പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ മകളെ കല്യാണം കഴിക്കണം എന്നാണ് മോഹൻ. ഉടനെ കർഷകൻ പറഞ്ഞു, എൻ്റെ മകളെ കൊടുക്കുന്നവൻ നല്ല വിവേകമുള്ളവനാണോ, കഴിവുള്ളവനാണോ, ബുദ്ധിയുള്ളവനാണോ, അത്രേ എനിക്ക് മോഹമുള്ളൂ. ജാതകമൊക്കെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം ചെയ്യും, എന്നിട്ട് വേണമെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അങ്ങക്ക് ഞാൻ എൻ്റെ മകളെ തരാം. ഓ, എന്താ പരീക്ഷണം? മുന്നിൽ കണ്ടോ, തൊഴുത്താണെന്ന് പറഞ്ഞു. ഇയാൾ ചോദിച്ചു, എന്താവോ തൊഴുത്തിൽ പണി? അവിടെ 3 കാളകളുണ്ട്. ഓ, ആ തൊഴുത്തിന് പുറത്തൊരു വാതിലുണ്ട്, താൻ അവിടെ പോയി നിൽക്കണം. ഞാൻ കാളയെ അഴിച്ചുവിടും, അതിൻ്റെ വാല് പിടിച്ച് നിർത്താൻ തനിക്ക് പറ്റിയാൽ തന്നെ ധീരനെ ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇയാൾ തൊഴുത്തിൻ്റെ പുറകിൽ പോയി നിന്നു. തൊഴുത്തിലേക്ക് ഇങ്ങനെ നോക്കി, ഏത് കാളയാണ് വരുന്നത്? ആദ്യം വരുന്ന കാളയുണ്ടല്ലോ, ഭയങ്കര കൊമ്പും കണ്ണൊക്കെ അങ്ങനെ ചുവന്ന് ഒരു ബീഭത്സ രൂപം. കണ്ടപ്പോഴേ ഇയാൾ 2 സ്റ്റെപ്പ് അപ്പുറത്തേക്ക് മാറ്റി നിന്നു. കാരണം ഇതിൻ്റെ വാല് പിടിച്ചാൽ ജീവിതം എന്നും വാലായി മാറും. പോട്ടെ, ഇനിയുണ്ടല്ലോ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അതിനെ വിട്ടു. കാള അവിടെ നിന്ന് നേരെ കൊണ്ട് നടന്നുപോയി. 2ാമത്തെ കാള വരുമ്പോൾ ഇയാൾ ഒന്നുകൂടി എത്തി നോക്കി. അതാദ്യത്തിനും അപ്പുറത്താണ് അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു ഗമയിലാണ്, വലിയ ആന പോലെയാണ് അത് വരുന്നത്. ഇവൻ വിചാരിച്ചു, ഇതിൻ്റെ വാല് പിടിച്ചാൽ ഈ കല്യാണം തന്നെ വേണ്ടി വരില്ല എന്ന്. എത്തേണ്ടടുത്ത് ഇവിടെ നിന്ന് തന്നെ എത്താൻ പറ്റുന്നു, അത്ര ശക്തിയുള്ള ഒരു കാള. അതും വിട്ടു. 3ാമത്തത് നോക്കിയപ്പോണ്ട് ചാവാലി കാള. അവിടുത്തെ ഏറ്റവും പ്രായമുള്ള കാളയാണെന്ന് തോന്നണം. വളരെ ക്ഷീണിച്ച് പരവശമായിട്ടുണ്ട്, ശരീരം കണ്ടാൽ തന്നെ മെലിഞ്ഞിട്ടുണ്ട്, പ്രായം നല്ലോണമുണ്ട്. കാലിങ്ങനെ പതുക്കെ വെച്ചിട്ടാണ് വരുന്നത്. സമാധാനമായി, ഇത് ഉപദ്രവിക്കില്ലല്ലോ ഈ സാധനം, കാരണം ഉപദ്രവിക്കാനുള്ള ശക്തിയില്ല. അങ്ങനെ കാളപ്പുറത്ത് വരില്ല, ഒരൊറ്റ ചാട്ടം ഒരു പിടുത്തുമാണ്. പിടിക്കുന്നതിൻ്റെ ഇടയിൽ കെട്ടി പറഞ്ഞ് താഴെ വീണു. അപ്പോഴേക്കും കാള ദയനീയമായി നോക്കിയാളെ. അപ്പം ഇയാളെ നോക്കുമ്പോൾ എന്താണ്, ആ കാളയ്ക്ക് വാലുമില്ല. വാല് വിചാരിച്ചിട്ടാണ് ചാടിയത്, കാളയ്ക്ക് വാലേ ഇല്ല. വാലുള്ള 2 കാളുകൾ അയാൾക്ക് മിസ്സായി. ഇതാണ് പലരുടെയും ജീവിതത്തിൽ. നാളെ പിടിക്കാമെന്ന് വിചാരിച്ച് ചാടുമ്പോഴേക്കും ജീവിതം പോയിട്ടുണ്ടാവും, പിന്നെ പിടിക്കാൻ പറ്റില്ല, സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് വാലുള്ളതിനെ തന്നെ 2ാമത്തതും 3ാമത്തതും ഒന്നും കാത്തിരിക്കരുത്, ആദ്യത്തിനെ കണ്ടാൽ തന്നെ പിടിച്ചോളണം. നെവർ ലീവ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ്. അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഭഗവാനാണെങ്കിലോ അവസരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആർക്കാ ഇവിടെ അവസരങ്ങളില്ലാത്തത്? ഇഷ്ടംമാതിരി അവസരങ്ങളുണ്ട്. പക്ഷെ ചിലർ കാത്തിരിക്കുകയാണ്, ഈ ജോലി വേണ്ട, മറ്റത് വരട്ടെ, എന്നിട്ട് വേണം നേരെയാവാൻ. എന്നോടൊരാൾ പണ്ട് പറഞ്ഞതുപോലെ, അയാൾക്ക് ഒരു ജോലിയില്ല, വെറുതെ ഇരിക്കുക വീട്ടിൽ. ഒരു ജോലി കിട്ടിയിട്ട് വേണം സ്വാമി ലീവ് എടുത്തിട്ട് ഭാഗവതം കേൾക്കാൻ. ഇയാൾ നേരെയാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ജന്മം നേരെയാവുന്ന കേസല്ലത്. ഇപ്പം ജോലി ഇല്ലാതിരിക്കുമ്പോഴേ കേൾക്കാൻ തോന്നുന്നില്ല, ഇനി ജോലി കിട്ടിയിട്ട് അയാൾ ലീവ് എടുക്കും അത്രേ. ഇങ്ങനെയുള്ള ബുദ്ധിയുള്ള വികടന്മാരും ഉണ്ട് ലോകത്തിൽ. അപ്പം അതുകൊണ്ട് നാളെ എന്ന് പറയുന്നത് കാത്തിരിക്കരുത്. ഇന്ന് കിട്ടിയ അവസരത്തെ ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക. എന്ന് വെച്ചാൽ എന്താർത്ഥം? ഓരോ നിമിഷവും നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന അവസരങ്ങളാണ്. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മഹതോ വിനഷ്ടി, അത് നമുക്ക് ഉണ്ടാവുന്ന നഷ്ടമാണ്. അതുകൊണ്ട് ഇപ്രകാരമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ദിവ്യവസ്ഥിതാരാജൻ ഹരിശ്വായേകചേതസാ പ്രയുസ്തം പരിക്രമ്യ
പന്താനമിവ നിവർത്തനം. അവർക്ക് തോന്നി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവർ വീണ്ടും തപസ്സിലേക്ക് വ്യാപരിച്ചുകൊണ്ട് അവർ തപസ്സിൽ മുഴുകിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കി. ഇത് നാരദ മഹർഷി അവർക്ക് കൊടുത്തൊരു അനുഗ്രഹമാണ്. നാരദ മഹർഷി അത് കഴിഞ്ഞ് പോയപ്പോൾ ഈ വിവരം ദക്ഷൻ അറിഞ്ഞു. എൻ്റെ മക്കളെ ഇങ്ങനെ ഇയാൾ തപസ്സിൽ തന്നെ ഏർപ്പെടുത്തി, ഇനി അവരൊരിക്കലും തിരിച്ചു വരാത്ത വിധത്തിലാക്കിയിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് ദേഷ്യം വന്നു. നാശം നിശമ്യപുത്രാനം നാരദാശീലശാലിനം അന്നതപ്യതക്കശോചൻ സുപ്രജാസ്തം സുജാമ്പദം. ഞാനിങ്ങനെ പുത്രന്മാരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ സൃഷ്ടിച്ച് വിടുക, ഇയാൾ നേരെയൊക്കെ വിടുക. ആര്? നാരദർ. ഇത് ശരിയാവില്ല. ഞാൻ സൃഷ്ടിക്കാനും ഇയാൾ നേരെയാക്കാനും അത് പറ്റില്ല. ഇവരങ്ങനെയൊന്നും പെട്ടെന്ന് നേരെയാവാൻ പാടില്ല. കുറേ ചുറ്റിക്കറങ്ങി എന്നിട്ടൊക്കെ അല്ലേ ഇവർ നേരെയാവാൻ പാടുള്ളൂ. ഇദ്ദേഹം അങ്ങനെയൊക്കെ അങ്ങോട്ട് കരുതി. എന്നിട്ട് പറഞ്ഞു നാരദ മഹർഷിയെ നോക്കിക്കൊണ്ട്, മഹർഷി എൻ്റെ കുട്ടികളെ അങ്ങ് ഇങ്ങനെ ചെയ്തുവല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്, അങ്ങ് ഈ ചെയ്തത് ശരിയല്ല എന്ന്. ആ നാരദ മഹർഷി അവിടുന്ന് ശപിക്കുന്നു എന്നാണ് കഥ. പറയാണ് നാരദരെ നോക്കിക്കൊണ്ട്, എന്താണ്? തന്തുക്രന്ദനയെന്നസ്തം അഭദ്ര അജരപ്പുന തസ്മാ ലോകേഷു തേ മൂഢ നഭവേൽ ഭ്രമദപദം. അങ്ങനെ ഒരിടത്തും അങ്ങ് സ്ഥിരമല്ലാതെ ഇരിക്കട്ടെ എന്ന് നാരദരെ നോക്കി ദക്ഷൻ ശപിച്ചു കളഞ്ഞു എന്നാണ്. എൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെ ഉയർത്തിയതാണ് വാസ്തവത്തിൽ നാരദർ ചെയ്തിരിക്കുന്നൊരു ഗുണേ. അതിന് പാവത്തിനെ പിടിച്ച് ശപിച്ചു. നാരദർക്കാണെങ്കിലോ വളരെ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു ലോകേഷു തേ മൂഢ നഭവേൽ ഭ്രമദപദം. അങ്ങനെയായി തീരട്ടെ. ഇങ്ങനെ ഓരോ ലോകത്തിൽ കറങ്ങിക്കൊണ്ട് നാരദർ തൻ്റെ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്താ അദ്ദേഹത്തിൻ്റെ ജോലി? തളർന്നിരിക്കുന്ന മനസ്സുകളെയൊക്കെ ഉയർത്തുക. നാരദൻ എന്ന് പറഞ്ഞാൽ ഏഷണിക്കാരനല്ലേ, ഉയർത്തുന്നൊരു മനസ്സാണ്. അപ്രകാരം ആ അധ്യായം പറഞ്ഞ് ഉപസമരിപ്പിച്ചു. പിന്നീട് 6-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇദ്ദേഹത്തിന് അസക്നിയിൽ ധാരാളം പുത്രന്മാരുണ്ടായി. അവരൊക്കെ പിന്നീട് ആ പരമ്പരകളായി വന്ന് ആ പരമ്പരകളുടെ ഒരു വലിയൊരു വിസ്താരം ഭാഗവതത്തിൽ പറയാണ്. സങ്കല്പയാശ്ച സങ്കല്പ കാമസങ്കല്പജ സ്മൃത. ഇത് മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ സൃഷ്ടി പരമ്പരയൊക്കെ വരുന്നത് കാമസങ്കല്പങ്ങളിൽ നിന്നാണ്. കാമസങ്കല്പങ്ങളില്ലെങ്കിൽ എന്തില്ല? സൃഷ്ടി പരമ്പരകളൊന്നുമില്ല. അപ്രകാരം ഈ പരമ്പരകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് കുറേ പരമ്പരകളുടെയൊക്കെ വിസ്തൃതമായിട്ടുള്ളൊരു വിശദമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അത് ഉപസംഹരിപ്പിച്ചു. പിന്നീട് 7-ാമത്തെ അധ്യായം മുതൽ ഇനിയാണ് വൃത്രാസുരൻ്റെ കഥയിലേക്ക് കടക്കുന്നത്. ഭാഗവതത്തിലെ അതിരസകരമായൊരു കഥയാണ് വൃത്രാസുര കഥ. ഇന്ദ്രൻ അദ്ദേഹം ഗുരുവിനെ നിന്ദിക്കുന്നതും പിന്നെ വിശ്വരൂപനെ ഗുരുവായി എടുക്കുന്നതും ആ വിശ്വരൂപനിൽ നിന്ന് കിട്ടുന്ന മന്ത്രമാണ് ഭയനിവർത്തിക്കുള്ള മന്ത്രമായ നാരായണ കവചം.